ഓക്കെ, ബ്ലാസ്റ്റോസിസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്തു അല്ലേ? ശരി, ഇത്തിരി പിടി കിട്ടിയോ? ഓക്കെ ആണോ? അടുത്ത് ശ്രദ്ധിച്ചോണേ, ബ്ലാസ്റ്റോസിസ്റ്റ് ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്തല്ലോ, ഉടനെ ഈ എൻഡോമെട്രിയത്തിനകത്തുള്ള സെൽസ് ഇങ്ങനെ ഡിവൈഡ് ചെയ്യാൻ തുടങ്ങും. എൻഡോമെട്രിയത്തിനകത്തുള്ള സെൽസ് ഡിവൈഡ് ചെയ്ത് ബ്ലാസ്റ്റോസിസ്റ്റിനെ പൂർണ്ണമായിട്ട് വിഴുങ്ങും. ഓക്കെ, ഞാനിപ്പോ പറഞ്ഞ പോയിന്റ് എന്താ? ബ്ലാസ്റ്റോസിസ്റ്റ് എൻഡോമെട്രിയത്തിലോട്ട് അറ്റാച്ച് ചെയ്ത ഉടനെ എൻഡോമെട്രിയത്തിനകത്തുള്ള സെൽസ് ഡിവൈഡ് ചെയ്ത് ഇതിനെ പൂർണ്ണമായിട്ട് വിഴുങ്ങും. അതായത് ബ്ലാസ്റ്റോസിസ്റ്റ് ഗെറ്റ് എംബഡഡ് ഇൻടു എൻഡോമെട്രിയം, കംപ്ലീറ്റ് ആയിട്ട് അതിനകത്താവും. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ട് അതിനെ വിഴുങ്ങി, എൻഡോമെട്രിയം വിഴുങ്ങി. ഓക്കെ, ബ്ലാസ്റ്റോസിസ്റ്റ് കംപ്ലീറ്റ്ലി ഗെറ്റ് എംബഡഡ് ഇൻടു എൻഡോമെട്രിയം. ഓക്കെ ആണോ? ഓക്കെ, this is called implantation. This process called implantation. Okay, സൈഗോട്ട് ഡിവൈഡ് ചെയ്ത് ലാസ്റ്റ് ബ്ലാസ്റ്റോസിസ്റ്റ് ആയിട്ട് മാറും. ആ ഡിവിഷന്റെ പേരാണ് ക്ലീവേജ് അല്ലേ? ബ്ലാസ്റ്റോസിസ്റ്റ് എവിടെ വന്ന് അറ്റാച്ച് ചെയ്യും? എൻഡോമെട്രിയത്തിലോട്ട് വന്ന് അറ്റാച്ച് ചെയ്യും. ഉടനെ പോരട്ടെ, എൻഡോമെട്രിയൽ സെൽസ് പറ, എല്ലാരും പറ, ഡിവൈഡ് ചെയ്ത് ബ്ലാസ്റ്റോസിസ്റ്റിനെ കംപ്ലീറ്റ് ആയിട്ട് സറൗണ്ട് ചെയ്യും, ഗെറ്റ് എംബഡഡ് ഇൻടു എൻഡോമെട്രിയം. ഇനി ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേര് ഇംപ്ലാന്റേഷൻ. ഓക്കെ ആണോ? ഓക്കെ ആണോ? അടുത്ത പോയിന്റ് പറയട്ടോ, റെഡി? ഉടനെ ഇതിനകത്ത് നമ്മൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, അത് നോട്ട് ചെയ്തോണേ. റോൾ ഓഫ് ഹോർമോൺസ് സൈഡിൽ എഴുതി വെച്ച്, റോൾ ഓഫ് ഹോർമോൺസ് LH FSH, അത് പറയാൻ വിട്ടുപോയി. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. റോൾ ഓഫ് ഹോർമോൺസ് മറക്കരുതേ, ഓർമ്മിപ്പിക്കണേ. ഓക്കെ, അപ്പൊ ഇപ്പൊ സംഭവിച്ചെന്താ? ഇംപ്ലാന്റേഷൻ കഴിഞ്ഞല്ലേ? ഉടനെ നോക്കിക്കോണേ, ഈ ട്രോഫോബ്ലാസ്റ്റിൽ നിന്ന് ചെറുതായിട്ട് ഫിംഗർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. ട്രോഫോബ്ലാസ്റ്റിൽ നിന്ന് മൈന്യൂട്ട് ആയിട്ടുള്ള ഫിംഗർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. ആ സ്ട്രക്ചറിന്റെ പേരാണ് കോറിയോണിക് വില്ലൈ. കോറിയോണിക് വില്ലൈ. ഇംപ്ലാന്റേഷന് ശേഷം ബ്ലാസ്റ്റോസിസ്റ്റിന്റെ ട്രോഫോബ്ലാസ്റ്റിൽ നിന്ന് മൈന്യൂട്ട് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഡെവലപ്പ് ചെയ്യും. ആ പ്രൊജക്ഷൻസിന്റെ പേര് കോറിയോണിക് വില്ലൈ. കോറിയോണിക് വില്ലൈ. കോറിയോണിക് വില്ലൈ. ഓക്കെ, പറഞ്ഞേ. എന്താ കോറിയോണിക് വില്ലൈ പറഞ്ഞേ? ഇംപ്ലാന്റേഷന് ശേഷം ട്രോഫോബ്ലാസ്റ്റ് ഫിംഗർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ഡെവലപ്പ് ചെയ്യും. അതിന്റെ പേരാണ് കോറിയോണിക് വില്ലൈ. ഓക്കെ, അടുത്ത് ഇതില് നോക്കിയേ, ഈ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഭാഗം കണ്ടോ? അവിടുത്തെ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ്
എൻഡോമെട്രിയത്തിന്റെ ഉള്ളിലോട്ട് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യും. എൻഡോമെട്രിയത്തിന്റെ ഉള്ളിലോട്ട് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യും. ഓക്കെ. എന്നിട്ട് ശ്രദ്ധിച്ചോണേ, നോക്കിക്കോണേ. ഈ വരുന്ന പ്രൊജക്ഷൻ ആരാ? കോറിയോണിക് വില്ല അല്ലേ? എവിടെ നിന്നാ വരുന്നത്? എവിടെ നിന്നാ വരുന്നത്? ട്രോഫോബ്ലാസ്റ്റ് അല്ലേ? നോക്കിയോ, ഇവിടെ നിന്ന് ഇതാരാ? ഈ ലെയർ ആരാ? പറ. എൻഡോമെട്രിയം അല്ലേ? ഇതേപോലൊരു പ്രൊജക്ഷൻ എൻഡോമെട്രിയത്തിനകത്ത് നിന്ന് ഇങ്ങനെ വരും. പറഞ്ഞ മനസ്സിലായോ? ഇവിടെ നിന്ന് വന്ന പ്രൊജക്ഷൻ കോറിയോണിക് വില്ലേ. ഇതേപോലൊരു പ്രൊജക്ഷൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് രണ്ടും കൂടെ ഇങ്ങനെ ലോക്ക് ചെയ്യും. നിങ്ങളുടെ NCERT-ൽ അതിനൊരു വേർഡ് പറഞ്ഞിട്ടുണ്ട്, ഇന്റർ ഡിജിറ്റേഷൻ. കോറിയോണിക് വില്ല ഇങ്ങനെ വന്നിട്ട് ഇവിടുത്തെ എൻഡോമെട്രിയത്തിനകത്തുള്ള ടിഷ്യൂസ് ഇല്ലേ, എൻഡോമെട്രിയത്തിനകത്തുള്ള ടിഷ്യൂസ് ശരിക്കും അത് പ്രൊജക്ഷൻസ് ആണ്. ഇതേപോലെ ഒരു പ്രൊജക്ഷൻ എവിടെ നിന്നും വരും? എൻഡോമെട്രിയത്തിനകത്ത് നിന്ന് വന്നിട്ട് രണ്ടും കൂടെ ലോക്ക് ആവും, ഇന്റർ ഡിജിറ്റേറ്റ് ചെയ്യും. ഇത് തമ്മിൽ ഇന്റർ ഡിജിറ്റേറ്റ് ചെയ്യും. ഓക്കെ, പറഞ്ഞു മനസ്സിലായോ? എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ? ഇത് കട്ടിയാവും, ഈ ഭാഗം ഇത്രയും കട്ടിയാവും. ഇത്രയും കട്ടിയാവും. ഈ സ്ട്രക്ചറാണ് പ്ലാസന്റ. നോട്ട് ചെയ്തോ? പറഞ്ഞു കേൾപ്പിക്കാൻ പറ്റുമോ? ആദ്യം കോറിയോണിക് വില്ല ഫോം ചെയ്ത് കഴിഞ്ഞു. പിന്നെയോ? അത് കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്യും അല്ലേ? എങ്ങോട്ട്? എൻഡോമെട്രിയത്തിനകത്തോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് പോകും. അതേസമയം എൻഡോമെട്രിയത്തിനകത്ത് നിന്നൊരു പ്രൊജക്ഷൻസ് വരും അല്ലേ? ഇതെന്ത് ചെയ്യും? ഇന്റർ ഡിജിറ്റേറ്റ് ചെയ്യും. എന്നിട്ട് അവിടെ തിക്കാവും. ഇന്റർ ഡിജിറ്റേറ്റ് ചെയ്യുന്ന പോർഷൻ ഇല്ലേ, തിക്കാവും. ആ സ്ട്രക്ചറിന്റെ പേരാണ് പ്ലാസന്റ. വ്യക്തമായിട്ട് മനസ്സിലായോ? റെഡിയാണോ? അടുത്ത പോയിന്റ് പറയട്ടോ. അറ്റ് ദ സെയിം ടൈം ഈ കാണുന്ന ആളാരാ? ഇന്നർ സെൽ മാസ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് എംബ്രിയോ ആയിട്ട് മാറും. 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 ഓക്കെ, പിടികിട്ടിയോ? ഉടനെ നോക്കിക്കോണേ. ഇതാരാ? പ്ലാസന്റയിൽ നിന്ന് ഒരു സ്ട്രക്ചർ ഇങ്ങനെ വരും. ഒരു പ്രൊജക്ഷൻ വന്ന് എംബ്രിയോയിലോട്ട് ഇങ്ങനെ അറ്റാച്ച് ചെയ്യും. ഇതാണ് പൊക്കിൾ കൊടി, അംബിലിക്കൽ കോഡ്. ഓക്കെ ആണോ? അപ്പൊ ഞാൻ നിങ്ങൾക്ക് 2 സെന്റൻസ് പറയട്ടെ, നിങ്ങൾ ശരിയാണോ നോക്കാമോ? ഒന്ന് ഞാൻ പറയും, ഇന്നർ സെൽ മാസ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് എംബ്രിയോ ആയിട്ട് മാറും. ശരിയാണോ? ബ്ലാസ്റ്റോസിസ്റ്റിന്റെ അകത്തുള്ള ഇന്നർ സെൽ മാസ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് എംബ്രിയോ ആയിട്ട് മാറും. ശരിയാണോ? അടുത്തൊരു സെന്റൻസ് പറയട്ടോ. ബ്ലാസ്റ്റോസിസ്റ്റിന്റെ ട്രോഫോബ്ലാസ്റ്റ് എന്ന ലെയർ പ്ലാസന്റ ഫോർമേഷന് സഹായിക്കും. ശരിയാണോ?
ശരിയാണോ? രണ്ട് സെന്റൻസ് ശരിയല്ലേ? അല്ലേ? ബ്ലാസ്റ്റോസിസ്റ്റിന്റെ ട്രോഫോബ്ലാസ്റ്റ് എന്ന ലെയർ പ്ലാസന്റ ഫോർമേഷന് സഹായിക്കും. ശരിയല്ലേ? ട്രോഫോബ്ലാസ്റ്റിൽ നിന്നല്ലേ കോറിയോണിക് വില്ലൈ വന്നു, അത് ഇറങ്ങിപ്പോയി ലോക്ക് ഫോം ചെയ്ത് പ്ലാസന്റ് ഉണ്ടായത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ബ്ലാസ്റ്റോസിസ്റ്റിന്റെ ട്രോഫോബ്ലാസ്റ്റ് എന്ന ലെയർ പ്ലാസന്റ ഫോർമേഷന് സഹായിക്കും. ബ്ലാസ്റ്റോസിസ്റ്റിലെ ഇന്നർ സെൽ മാസ് എംബ്രിയോ ആയിട്ട് മാറും. ഓക്കെ ആണ്? കിട്ടിയോ? വ്യക്തമായിട്ട് മനസ്സിലായ? അടുത്ത് പറയട്ടോ. ഓക്കെ, റെഡി? ഈ എംബ്രിയോ നിങ്ങൾ പരിശോധിച്ചാല് 3 ലെയർ കാണാൻ പറ്റും. എംബ്രിയോ നിങ്ങൾ പരിശോധിച്ചാല് 3 ലെയർ കാണാൻ പറ്റും. ഈ എംബ്രിയോ നിങ്ങൾ പരിശോധിച്ചാല് 3 ലെയർ കാണാൻ പറ്റും. ഏറ്റവും ഔട്ടർ ആയിട്ടുള്ളത് എക്ടോഡേം, നടുക്ക് മീസോഡേം, ഏറ്റവും അകത്ത് എൻഡോഡേം. എക്ടോഡേം, മീസോഡേം, എൻഡോഡേം, ഈ 3 ലെയർ നിങ്ങൾക്ക് കാണാൻ പറ്റും. എക്ടോഡേം, മീസോഡേം, എൻഡോഡേം, 3 ലെയർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ 3 ലെയറിനെയും കൂടെ ചേർത്ത് പറയുന്ന പേരാണ് ജേം ലെയർ. ഈ 3 ലെയറിനെയും കൂടെ ചേർത്ത് പറയുന്ന പേരാണ് ജേം ലെയർ. ജേം ലെയർ. 3 ലെയറിനെയും കൂടെ ചേർത്ത് പറയുന്ന പേരാണ് ജേം ലെയർ. ഓക്കെ ആണോ? സിമ്പിൾ ആയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ പ്ലാസന്റ ഫോർമേഷൻ? ഇംപ്ലാന്റേഷന് ശേഷം ട്രോഫോബ്ലാസ്റ്റിൽ നിന്ന് ഫിംഗർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ഡെവലപ്പ് ചെയ്യും. അതാണ് കോറിയോണിക് വില്ലൈ. കോറിയോണിക് വില്ലൈ. അടുത്ത് അതില് കോറിയോണിക് വില്ലസ് എക്സ്റ്റെൻഡ് ചെയ്ത് എൻഡോമെട്രിയത്തിന്റെ ഡെപ്തിലോട്ട് പോകും. എന്തിനാണ് ഇത്ര ഡെപ്തിലോട്ട് പോകുന്നത്? നിങ്ങൾ ആലോചിച്ചേ, നമ്മുടെ പ്ലാന്റ്സിന്റെ റൂട്ടില് സോയിലോട്ട് ഇറങ്ങി പോകുന്നതിനനുസരിച്ച് അതിന്റെ പിടുത്തം കൂടൂലേ? നമ്മളൊരു പുല്ല് ചെന്ന് വലിച്ചിളക്കുന്ന പോലെയാണ് ഒരു മാവ് ചെന്ന് വിടാൻ നോക്കുന്നത്. വ്യത്യാസമില്ലേ? അല്ലേ? അപ്പൊ ഇത് ആഴത്തിലോട്ട് ഇറങ്ങും തോറും അതിന്റെ പിടുത്തം കൂടത്തില്ലേ? അപ്പൊ അത് പെട്ടെന്ന് ഇളകി പോവോ? അപ്പോ അത്രയും ആഴത്തിൽ പോയാലേ പ്ലാസന്റ് സ്ട്രോങ് ആവൂ. പ്ലാസന്റ് സ്ട്രോങ് ആയാലല്ലേ കൊച്ചിനെ പിടിച്ചു നിർത്തത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇളകിപ്പോയില്ലേ? ഇളകിപ്പോയി അബോർഷനായി, കൊച്ചു മരിച്ചു. അല്ലേ? എത്രത്തോളം ആഴത്തിൽ പോകുന്നു അത്രത്തോളം പ്ലാസന്റ് സ്ട്രോങ് ആവും. അല്ലേ? പ്ലാസന്റ് സ്ട്രോങ് ആയാൽ ഈ പിടുത്തം കൂടും. പിടുത്തം കൂടി ഇളകി പോവോ? ഇല്ല. പിടുത്തം കുറഞ്ഞ എന്ത് ചെയ്യും? ഇളകിപ്പോവും, കൊച്ചു മരിക്കും, അബോർഷനാവും. അല്ലേ? അപ്പോ ഇങ്ങനെ എൻഡോമെട്രിയത്തിന് ഉള്ളിലോട്ട് ഇറങ്ങി പോയിട്ട് അതേസമയം എൻഡോമെട്രിയത്തിൽ നിന്ന് പ്രൊജക്ഷൻസ് വരും. അതെന്ത് ചെയ്യും? ഇന്റർഡിജിറ്റേറ്റ് ചെയ്യും. ആ ഭാഗം തിക്കാവും. അതാണെന്ത്? പ്ലാസന്റ. അതേസമയം ഇന്നർ സെൽ മാസ് എംബ്രിയോ ആയിട്ട് മാറും. എന്നിട്ട് പ്ലാസന്റയിൽ നിന്ന് ഒരു പ്രൊജക്ഷൻ വന്ന് എങ്ങോട്ട് കണക്ട് ചെയ്യും? എംബ്രിയോയെ കണക്ട് ചെയ്യും. ആ സ്ട്രക്ചറിന്റെ പേരാണ് അംബിലിക്കൽ കോഡ്. മനസ്സിലായോ? പിടികിട്ടിയോ? ഓക്കെ.
അടുത്ത് പറയട്ടോ. ഓക്കെ, അങ്ങനെ എന്ത് ഫോം ചെയ്ത് കഴിഞ്ഞു? പ്ലാസന്റെ ഫോം ചെയ്ത് കഴിഞ്ഞു അല്ലേ? അല്ലേ, പ്ലാസന്റെ ഫോം ചെയ്ത് കഴിഞ്ഞില്ലേ? ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഇപ്പൊ ഒരു ഗേളിന്റെ ബോഡിയിൽ പ്രഗ്നൻസി ടൈമിലല്ലേ പ്ലാസന്റെ ഉണ്ടാവുന്നത്, അല്ലാതെ ഉണ്ടാവില്ലല്ലോ. പ്ലാസന്റെ ഉണ്ടാകുമ്പോൾ ഒരു പെൺകുട്ടിയുടെ ബോഡിയിൽ പ്രഗ്നൻസി ടൈമിലല്ലേ പ്ലാസന്റെ ഉണ്ടാവുന്നത്. പ്ലാസന്റെ ഉണ്ടാകുമ്പോൾ ഈ പ്ലാസന്റെ ഈ ഹോർമോൺസിനെ ഉണ്ടാക്കും. ഏതൊക്കെ ഹോർമോൺസ്? വായിച്ചേ, HCG. വായിച്ചേ, HCG, ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോഫിൻ. പേര് വായിച്ചേ, ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോഫിൻ. രണ്ടാമത്തത് HPL, ഹ്യൂമൻ പ്ലാസന്റൽ ലാക്ടോജൻ. അടുത്ത് ഈസ്ട്രോജൻ, പ്രൊജസ്റ്റോജൻ. പ്രൊജസ്റ്റോജൻ എന്ന് പറയുന്നതും പ്രൊജസ്റ്റിറോൺ എന്ന് പറയുന്നതും ഒരേപോലെ തന്നെയാണ്. ടിൻസ് എന്ന് പറയില്ലേ, അതേപോലെയാണ്. പ്രൊജസ്റ്റോജൻ എന്ന് പറയുന്നതും പ്രൊജസ്റ്റിറോൺ എന്ന് പറയുന്നതും ഒരേപോലെയാണ്. ഓക്കെ, പറയട്ടോ. അപ്പോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ശ്രദ്ധിച്ചോണേ, പറയട്ടോ. സാധാരണ നിങ്ങളുടെ ബോഡിക്കകത്ത് ഈ രണ്ട് ഹോർമോൺസ് ഉണ്ടല്ലോ. അതിന്റെ കൂടെ എക്സ്ട്രാ ആര് കൂടെ ഉണ്ടാക്കും? പ്ലാസന്റെയും കൂടെ ഉണ്ടാക്കൂലേ? നിങ്ങളുടെ ബോഡിയിൽ നോർമലി ഇതുണ്ടല്ലോ അല്ലേ? നോർമലി ഇതുണ്ടല്ലോ അല്ലേ? അതിന്റെ കൂടെ എക്സ്ട്രാ ആരുണ്ടാക്കും? പ്ലാസന്റെയും കൂടെ ഇപ്പൊ ഇതുണ്ടാക്കൂലേ? അപ്പോ സ്വാഭാവികമായിട്ട് ഈ പെൺകുട്ടിയുടെ ബോഡിയിൽ ഈസ്ട്രോജന്റെയും പ്രൊജസ്ട്രോണിന്റെ അളവ് കൂടൂലേ? നോർമലി ഉണ്ടല്ലോ, അതിന്റെ കൂടെ പ്ലാസന്റെയും കൂടെ റിലീസ് ചെയ്യുമ്പോൾ അളവ് കൂടുമല്ലോ. അതുപോലെ ഇപ്പോ നിങ്ങളുടെ ബോഡിയിൽ ഈ രണ്ട് ഹോർമോണിന്റെ അളവ് വളരെ കുറവാണ്, നെഗ്ലിജിബിൾ ആണ്. ഇപ്പൊ നിങ്ങളുടെ ബോഡിയിൽ ഈ രണ്ട് ഹോർമോണിന്റെ അളവ് കുറവാണ്. പക്ഷെ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് പ്ലാസന്റ ഈ രണ്ട് ഹോർമോൺസിന്റെ അളവ് കൂട്ടും. ഓക്കെ, ഞാൻ പറഞ്ഞ മനസ്സിലായി? ഇപ്പൊ നിങ്ങളുടെ ബോഡിയിൽ ഈ രണ്ട് ഹോർമോണിന്റെ അളവ് HCG, HPLന്റെ അളവ് കുറവാണ്. എപ്പോഴാണോ പ്രഗ്നൻസി ആകുന്നത് ആ ടൈമിൽ പ്ലാസന്റെ അളവ് കൂട്ടും. അപ്പൊ എന്ത് കൂടും? HCGയും HPLും കൂടും. ഇതാണ് പ്രഗ്നൻസിയുടെ കൺഫർമേഷൻ ടെസ്റ്റ്. അതായത് നമ്മുടെ സാമ്പിൾ എടുത്തിട്ട് അതിനകത്ത് എന്ത് ലെവൽ നോക്കും? HCG, HPL നോക്കും. ഇത് കൂടുതലാണെങ്കിൽ ആ പെൺകുട്ടി പ്രഗ്നന്റ് ആണെന്ന് അർത്ഥം. പ്രഗ്നൻസിയുടെ കൺഫർമേഷൻ ടെസ്റ്റ് ആണ് ഏത്? HCG, HPL ലെവൽ. അല്ലാതെ നമ്മള് മറ്റേ ഇൻസ്റ്റാഗ്രാമില് എടുത്ത് 2 വരെ വരുന്നു ഉടനെ പോസിറ്റീവ്, അത് ഫേക്ക് ഉണ്ട് കേട്ടോ. ചിലതിൽ ഫാൾസ് പോസിറ്റീവ് കാണിക്കും. കൺഫർമേഷൻ ഏതാ? ഒരു പെൺകുട്ടി പ്രഗ്നന്റ് ആണോ എന്ന് കൺഫേം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? HCG, HPL ലെവൽ നോക്കിയാൽ മതി. അപ്പൊ പ്രഗ്നന്റ് ആയി പിന്നെ എക്സാമിൻ ചെയ്യണമെങ്കിൽ സ്കാൻ ചെയ്യണം. സ്കാൻ ചെയ്ത് നമുക്ക് കൃത്യമായിട്ട് എംബ്രിയോ ഏത് സ്റ്റേജ് ആണെന്നൊക്കെ അറിയാൻ പറ്റും, എത്ര മാസമായി എന്നൊക്കെ അറിയാൻ പറ്റും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പൊ ഒരു പെൺകുട്ടി പ്രഗ്നന്റ് ആണോ അല്ലയോ എന്ന് കൺഫേം ചെയ്യാൻ എന്ത് ലെവൽ നോക്കിയാൽ മതി? HCG, HPL ലെവൽ നോക്കിയാൽ മതി. അത് കൂടി നിന്നാൽ പെൺകുട്ടി പ്രഗ്നന്റ് ആയി. കാരണം എന്താ? പ്ലാസന്റ്. ഇത് കൂട്ടുന്നത് ആരാ?
പ്ലാസന്റ അല്ലേ? നോർമലി ഒരു പെൺകുട്ടിയുടെ ബോഡിക്കകത്ത് പ്ലാസന്റ ഉണ്ടോ? ഇല്ല. അത് എപ്പോഴാ പ്ലാസന്റ ഉണ്ടാവുന്നത്? പ്രഗ്നന്റ് ആവുമ്പോഴല്ലേ. അപ്പം ഇതിന്റെ അളവ് കൂടും. ഇത് രണ്ടിന്റെ അളവ് കൂടും. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ ഈ ഹോർമോൺസിന്റെ അളവ് കൂടും അല്ലേ? അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചേ, HCG ഒരു ഹോർമോൺ അല്ലേ? HPL ഒരു ഹോർമോണാണ്. ഈസ്ട്രജൻ ഒരു ഹോർമോണാണ്. പ്രൊജസ്ട്രോജൻ ഒരു ഹോർമോണാണ്. ഹോർമോൺസ് ഉണ്ടാക്കുന്ന ആളെ നമ്മൾ വിളിക്കുന്ന പേര് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് അല്ലേ? അപ്പൊ പ്ലാസന്റ ക്യാൻ ഓൾസോ ആക്ട് ആസ് എ ടെമ്പററി എൻഡോക്രൈൻ ഗ്ലാൻഡ്. പ്ലാസന്റ ജീവിതകാലം മൊത്തം ഒരു പെൺകുട്ടിയുടെ ബോഡിയിലുണ്ടോ? പ്രഗ്നന്റ് ആകുന്ന സമയത്ത് മാത്രമല്ലേ ഉള്ളൂ. സോ ക്യാൻ ഓൾസോ ആക്ട് ആസ് ടെമ്പററി എൻഡോക്രൈൻ ഗ്ലാൻഡ്. മനസ്സിലായ? ഇനി ഞാൻ അങ്ങോട്ടൊരു കാര്യം ചോദിക്കട്ടോ. ഇത് പ്ലാസന്റ അല്ലേ? പ്ലാസന്റയുടെ ഈ പ്രൊജക്ഷൻ ആണ് അംബിലിക്കൽ കോഡ്. ശരിക്കും അംബിലിക്കൽ കോഡ് എന്ന് പറയുന്നത് ആര് തന്നെയാണ്? പ്ലാസന്റ തന്നെയാണ് അല്ലേ? പ്ലാസന്റ ഇപ്പൊ ഇത് എന്റെ ബോഡിയുടെ എക്സ്റ്റൻഷൻ അല്ലേ? ശരിക്കും ഇതെന്റെ ബോഡി തന്നെയല്ലേ? ആണ്. അതുപോലെ ഇത് എക്സ്റ്റൻഷൻ ആണ്. അപ്പൊ ശരിക്കും ഇത് ആരാണ്? പ്ലാസന്റ തന്നെയാണ്. ശരിയല്ലേ? പ്ലാസന്റ തന്നെയല്ലേ? അടുത്ത ഒരു കാര്യം പറയട്ടോ. പ്ലാസന്റയുടെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ആദ്യം എഴുതേണ്ടത് ഇറ്റ് ക്യാൻ ഓൾസോ ആക്ട് ആസ് ടെമ്പററി എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറഞ്ഞ് ഇത്രയും ഹോർമോൺസിന്റെ പേരെഴുതണം. ഓക്കെ. രണ്ടാമത്തെ ആക്ഷൻ, അമ്മയെയും ബേബിയെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ചാനലാണ് പ്ലാസന്റ. ശരിക്കും ഇത് അംബിലിക്കൽ കോഡാണ് അല്ലേ? അംബിലിക്കൽ കോഡ് എന്ന് പറഞ്ഞ പ്ലാസന്റയുടെ ഭാഗമല്ലേ? അപ്പോ അമ്മയെയും മദറിനെയും ബേബിയെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ചാനലാണ് പ്ലാസന്റ. രണ്ടാമത്തെ ഫംഗ്ഷനാണ്. ഓക്കെ. അടുത്ത് പറയട്ടെ. നോക്ക് ഇങ്ങോട്ടൊക്കെ. നമുക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, കുട്ടിക്ക് പറ്റൂല. പറഞ്ഞ മനസ്സിലായി? കുട്ടിക്ക് പറ്റൂല. ബ്ലഡിലുള്ള ഓക്സിജൻ, അമ്മയുടെ ബ്ലഡിലുള്ള ഓക്സിജൻ ഈ പ്ലാസന്റ വഴിയാണ് കുട്ടിയുടെ ബോഡിയിലോട്ട് എത്തുന്നത്. അമ്മയുടെ ബോഡിയിൽ അമ്മ വലിച്ചെടുക്കുന്ന ഓക്സിജൻ പ്ലാസന്റ അംബിലിക്കൽ കോഡ് വഴിയാണ് എങ്ങോട്ടെത്തുന്നത്? കുട്ടിയിലോട്ട് എത്തുന്നത്. അല്ലാതെ അകത്ത് കിടക്കുന്ന കുട്ടിക്ക് എയർ എടുക്കാൻ പറ്റുമോ? ഇല്ല. പറഞ്ഞു മനസ്സിലായോ? അതുപോലെ നോക്കിയേ, ഇത് ഓക്സിജൻ എടുക്കുമ്പോഴേ കുട്ടിയുടെ ബോഡിയിൽ ഓക്സിജൻ എത്തുമല്ലോ. സ്വാഭാവികമായിട്ട് എന്ത് ഫോം ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യും. ഓക്സിജൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്ത് ഫോം ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡ്. ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഇതേ പ്ലാസന്റ വഴി അമ്മയുടെ ബോഡിയിലോട്ട് കൊടുക്കും. അമ്മ അതിനെ പുറത്തു കളയും. പറഞ്ഞ മനസ്സിലായോ? കുട്ടിയുടെ ബോഡിയിലോട്ട് ഓക്സിജൻ എത്തിക്കുന്നത് ആരാണ്? പ്ലാസന്റയാണ്. ശരിയല്ലേ? കുട്ടിയുടെ ബോഡിയിൽ അക്യൂമുലേറ്റ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിൽട്ടർ ചെയ്ത് മാറ്റുന്നത് ആരാ? അതും പ്ലാസന്റ. ഗ്യാസ് എക്സ്ചേഞ്ചിന് സഹായിക്കും പ്ലാസന്റ. അമ്മയെയും ബേബിയെയും തമ്മിൽ കണക്ട് ചെയ്യാൻ സഹായിക്കും. പിന്നെ അമ്മയുടെ ബ്ലഡിനകത്തുള്ള ഓക്സിജനെ കുട്ടിയുടെ ബ്ലഡിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യും. അതുപോലെ കുട്ടിയുടെ ബ്ലഡിൽ നിറയുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ച് അമ്മയുടെ ബ്ലഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ശരിയല്ലേ? നോക്കിയേ, നമ്മള് മൗത്തിൽ കൂടെ ഫുഡ് കഴിക്കുന്നല്ലേ? അല്ലേ? കുട്ടി അങ്ങനെ ഫുഡ് കഴിക്കുന്നുണ്ടോ? ഇല്ല. അമ്മയുടെ ബ്ലഡിൽ നിറയുന്ന അമ്മയുടെ ബ്ലഡിലുള്ള ന്യൂട്രീഷൻ പ്ലാസന്റ വഴി കുട്ടിയുടെ ബോഡിയിലെത്തും. അല്ലാതെ കുട്ടി ഫുഡ് കഴിക്കുന്നുണ്ടോ? കുട്ടി യൂട്രസിനകത്ത് കിടന്ന് ഫുഡ് കഴിക്കുന്നുണ്ടോ? ഇല്ല. അമ്മയാണ് ഫുഡ് കഴിക്കുന്നത്. അമ്മ കഴിക്കുന്ന ഫുഡിലെ ന്യൂട്രീഷൻ ബ്ലഡിലുണ്ട്. അത് ഏത് വഴിക്ക് ബേബിയിലോട്ടെത്തും? പ്ലാസന്റ വഴി ബേബിയിലോട്ടെത്തും. അപ്പൊ ഒന്ന് ആലോചിച്ച്, ഗ്യാസ് എക്സ്ചേഞ്ചിന് സഹായിക്കും. അമ്മയുടെ ബോഡിയിലുള്ള ന്യൂട്രീഷൻ ഫുഡ് കുട്ടിയുടെ ബോഡിയിലോട്ട് എത്തിക്കാൻ സഹായിക്കുന്നതും പ്ലാസന്റ. ശരിയല്ലേ? അല്ലേ? ഇനി നോക്കിയേ, നമ്മുടെ ബോഡിക്കകത്ത് വേസ്റ്റ് നിറയൂലേ? അതിനെ കിഡ്നിയൊക്കെ അരിച്ചു മാറ്റുന്നില്ലേ? കുട്ടിയുടെ ബോഡിയിലും വേസ്റ്റ് വരൂലേ? ഇതിനെ അരിച്ചു മാറ്റുന്ന ആരാ? അതും പ്ലാസന്റയാണ്. ബേബിയുടെ
ബോഡിയിൽ ഉണ്ടാകുന്ന എല്ലാ വേസ്റ്റും ഫിൽറ്റർ ചെയ്ത് അമ്മയുടെ ബോഡിയിൽ എത്തിക്കും. ആര്? അതും പ്ലാസന്റ. പറഞ്ഞു മനസ്സിലായോ? അതും പ്ലാസന്റ. അമ്മയെയും ബേബിയെയും കണക്ട് ചെയ്യുന്ന ചാനലാണ് പ്ലാസന്റ. ഓക്സിജൻ ബേബിയുടെ ബോഡിയിലോട്ട് എത്തിക്കാൻ സഹായിക്കുന്നത് പ്ലാസന്റ. ബേബിയുടെ ബോഡിയിൽ നിറയുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിൽറ്റർ ചെയ്ത് അമ്മയുടെ ബോഡിയിലോട്ട് ആക്കുന്നതും പ്ലാസന്റ. അമ്മ കഴിക്കുന്ന ഫുഡിലെ ന്യൂട്രീഷൻ കുട്ടിയുടെ ബോഡിയിലോട്ട് എത്തിക്കുന്നതും പ്ലാസന്റ. ശരിയല്ലേ? കുട്ടിയുടെ ബോഡിക്കകത്ത് നിറയുന്ന കംപ്ലീറ്റ് വേസ്റ്റും ഫിൽറ്റർ ചെയ്ത് മാറ്റുന്നതും ആരാണ്? അതും പ്ലാസന്റയാണ്. ഇതെല്ലാം പ്ലാസന്റയുടെ ഫങ്ഷൻസ് ആണ്. ഇതിന്റെ എൻഡോക്രൈൻ ഫംഗ്ഷൻ ആണ്. അതിനുശേഷം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എഴുതാം. ചാനലായിട്ട് ആക്ട് ചെയ്യും, ഗ്യാസ് ട്രാൻസ്പോർട്ട്, ഫുഡ് ട്രാൻസ്പോർട്ട്, വേസ്റ്റ് റിമൂവൽ എല്ലാം എഴുതാം. മനസ്സിലായ? റിപ്പീറ്റ് ചെയ്യണോ? ഇനി അടുത്ത് പറയട്ടോ. മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? അടുത്ത് പറയട്ടോ. നിങ്ങളുടെ ബോഡിയിൽ പ്രഗ്നന്റ് ആകുന്ന സമയം നിങ്ങളുടെ ബോഡിക്കകത്തുള്ള നിലവിലുള്ള എല്ലാ ഹോർമോൺസും ഒരു പടി മുകളിലോട്ട് കയറി തുടങ്ങും. നോർമലി ഒരു പെൺകുട്ടിയുടെ ബോഡിയിലുള്ള ഹോർമോൺസിന്റെ അളവില്ലേ, അതിനേക്കാൾ ഒരു പടി മുകളിലോട്ട് കയറി തുടങ്ങും. എപ്പോ? പ്രഗ്നന്റ് ആകുന്ന സമയത്ത്. എക്സ്പെഷ്യലി തൈറോയിഡ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ചില പെൺകുട്ടികൾ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് തൈറോയിഡ് കംപ്ലൈന്റ് ആകുന്നത്? അല്ലെ? ചില പെൺകുട്ടികൾ ഡയബറ്റിക് ആവും. ഹോർമോൺ വേരിയേഷൻസ് വരാൻ സാധ്യതയുണ്ട്. എപ്പോ? പ്രഗ്നന്റ് ആകുന്ന സമയത്ത്. ചിലപ്പോൾ കൂടാം, ചിലപ്പോൾ കുറയാം. മെജോറിറ്റിയും ഹോർമോൺസ് കൂടും. തൈറോയ്ഡ് ഹോർമോണിന്റെ അളവ് കൂടും. പറഞ്ഞു മനസ്സിലായി? അതുപോലെ നോക്ക്, കോർട്ടിസോള്. പറഞ്ഞു മനസ്സിലായോ? ഇതിന്റെയൊക്കെ അളവ് എന്ത് ചെയ്യും? കൂടും. ഓക്കെ. അതുപോലെ നിങ്ങളുടെ നോർമൽ മെറ്റബോളിക് റേറ്റില് ഇപ്പൊ നിങ്ങളുടെ ബോഡിക്കകത്തൊരു ഒരു മെറ്റബോളിസം നടക്കുന്നില്ലേ? ഇതെല്ലാം കൂടും. പറഞ്ഞു മനസ്സിലായോ? പറഞ്ഞു പിടികിട്ടിയ? ആ, ചോദിച്ചോ. പറഞ്ഞോളാ. നമ്മുടെ ബോഡി നല്ലോണമെങ്കിൽ മാത്രമല്ല അതിന്റെ ഡയബറ്റീസ് നല്ലപോലെ എടുക്കാൻ വേണ്ടി നിന്റെ ബോഡി ബോഡി വെയിറ്റ് കൂടാൻ സാധ്യത. വേറെ ഇനിയുണ്ടോ? അടുത്തതിലോട്ട് പോട്ടാ. റെഡി? ഇത്രയും വ്യക്തമായിട്ട് മനസ്സിലായ? ഓക്കെ ആണോ? സംശയമുണ്ടോ? അടുത്തതിലോട്ട് പോട്ടോ? ഓക്കെ. ഇത് എഴുതിക്കോണേ.
നോട്ട് ചെയ്തേ. Ready. Human beings pregnancy period 9 മാസം. അല്ലെ? എത്ര മാസമാണ്? 9 മാസം. അല്ലെ? 9 മാസത്തിനെ പറയുന്ന പേരാണ് ഗസ്റ്റേഷൻ പീരീഡ്. എന്താണ് ഗസ്റ്റേഷൻ പീരീഡ്? പ്രഗ്നൻസി ചെയ്ത 9 മാസം. ഈ ചാപ്റ്റർ നല്ലോണം ടെക്സ്റ്റ് വായിക്കണം കേട്ടോ. അടിപൊളിയാൻ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഡീറ്റെയിലിൽ നോട്ട് തരേണ്ട ആവശ്യമൊന്നുമില്ല. അത്ര അടിപൊളിയായ എന്തിനാണ് ഈ ചാപ്റ്റർ കൊടുത്തത്. വായിച്ചു നോക്കിയായിരുന്നു.
ഇതുപോലെ നല്ല അടിപൊളിയായി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോ ജസ്റ്റേഷൻ പീരീഡ് 9 മാസം, പ്രഗ്നൻസി പീരീഡ് 9 മാസമാണ്. ആ 9 മാസ കാലയളവിൽ പറയുന്ന പേരാണ് പ്രഗ്നൻസി പീരീഡ് അല്ലേ. ഇനി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചോളെ, ഈ 9 മാസത്തിന് മൂന്ന് 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 മാസമായിട്ട് ഡിവൈഡ് ചെയ്യാം. 3 3 3. ആദ്യത്തെ 3 മാസം ഫസ്റ്റ് ട്രൈമസ്റ്റർ. ആദ്യത്തെ 3 മാസത്തിന് പറയുന്ന പേര് ഫസ്റ്റ് ട്രൈമസ്റ്റർ. അതായത് 1-ാം മാസം, 2-ാം മാസം, 3-ാം മാസം അല്ലേ. 1-ാം മാസം, 2-ാം മാസം, 3-ാം മാസം, അതിനെ പറയുന്ന പേര് ഫസ്റ്റ് ട്രൈമസ്റ്റർ. അടുത്ത 3 മാസം എന്ന് പറഞ്ഞാൽ 4-ാം മാസം, 5-ാം മാസം, 6-ാം മാസം. 4-ാം മാസം, 5-ാം മാസം, 6-ാം മാസം. ഇതിനെ പറയുന്ന പേര് സെക്കൻഡ് ട്രൈമസ്റ്റർ. സെക്കൻഡ് ട്രൈമസ്റ്റർ. ഇനി അത് കഴിഞ്ഞ 3 മാസം ഏതാണ്? 7-ാം മാസം, 8-ാം മാസം, 9-ാം മാസം. അതിനെ പറയുന്ന പേര് തേർഡ് ട്രൈമസ്റ്റർ. തേർഡ് ട്രൈമസ്റ്റർ. 9 മാസം. 9 മാസമാണ് പ്രഗ്നൻസി പീരീഡ് അല്ലേ. അതിനെ പറയുന്ന പേര് ഗസ്റ്റേഷൻ പീരീഡ് എന്ന് പറയും. എന്ന് പറയും ഗസ്റ്റേഷൻ പീരീഡ്. ഗസ്റ്റേഷൻ പീരീഡിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 3 മാസം, 3 മാസം, 3 മാസം. ആദ്യത്തെ 3 മാസത്തിനെ പറയുന്ന പേര് ഫസ്റ്റ് ട്രൈമസ്റ്റർ. 1-ാം മാസം, 2-ാം മാസം, 3-ാം മാസം. ഇനി അടുത്തത് 4, 5, 6. ആ 3 മാസത്തിനെ പറയുന്ന പേര് സെക്കൻഡ് ട്രൈമസ്റ്റർ. അടുത്ത 7, 8, 9. ആ 3 മാസത്തിനെ പറയുന്ന പേര് തേർഡ് ട്രൈമസ്റ്റർ. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് എഴുതി വെച്ചിരിക്കുന്നത്. 1-ാം മാസത്തിന്റെ അവസാനമാണ് ഹാർട്ട് ബീറ്റ് തുടങ്ങുന്നത്. കുട്ടികൾക്ക് അടിച്ചു തുടങ്ങും, ഹാർട്ട് ബീറ്റ് അടിച്ചു തുടങ്ങും. ബേബിക്ക് ജീവൻ വന്നു എന്നർത്ഥം. ഓക്കെ, നമ്മുടെ എല്ലാവരുടെയും ഹാർട്ട് ബീറ്റ് തുടങ്ങിയ എത്രാം മാസമാണ്? 1-ാം മാസത്തിന്റെ അവസാനം. എന്ത് സ്റ്റാർട്ട് ചെയ്യും? ഹാർട്ട് ബീറ്റ് അടിച്ചു തുടങ്ങും. അതായത് നമുക്ക് ജീവൻ വന്നോട്ടാണ്. എപ്പോഴറിയാൻ പറ്റും? 1-ാം മാസത്തിന്റെ അവസാനം. ഒരു സ്റ്റെതസ്കോപ്പ് എടുത്ത് നോക്കിയാലും പോലും അത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, പിന്നെ 1-ാം മാസം കഴിഞ്ഞിട്ട് 2-ാം മാസം പകുതിയായിട്ട് കുട്ടിയുടെ ഹാർട്ട് ബീറ്റിനെ പിടിക്കുന്നില്ല എങ്കിൽ എംബ്രിയോ മരിച്ചു എന്നാണ്. അത് മനസ്സിലായത്? എംബ്രിയോ മരിച്ചു എന്നാണ്. അങ്ങനെയാണെങ്കിൽ ആ പ്രശ്നത്തിന് അവിടെ എത്തിയിട്ട് കാര്യമുണ്ട്. അബോർഷൻ ചെയ്യുക. ഒരു എംബ്രിയോ എന്ത് ചെയ്ത് കളയണം? അബോർഷൻ ചെയ്ത് കളയണം. മനസ്സിലായത്? ഓക്കെ, നോർമലി ഹാർട്ട് ബീറ്റ് കിട്ടുന്ന മാസം ഏതാ? 1-ാം മാസത്തിന്റെ. ഓക്കെ, 2-ാം മാസം നമ്മൾ ഇങ്ങനെ ആയി പറയുകയാണ്. 2-ാം മാസത്തിന്റെ അവസാനമാകുമ്പോ കൈ കാലൊക്കെ ഇങ്ങനെ കിടക്കും. ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, 2-ാം മാസത്തിന്റെ അവസാനം. 3-ാം മാസത്തിന്റെ അവസാനമാകുമ്പോൾ നമ്മുടെ ബോഡിക്ക് ഒരുപാട് സിസ്റ്റംസ് ഇല്ലേ, ഓർഗൻ സിസ്റ്റംസ് ആയിട്ട് എല്ലാ സിസ്റ്റംസ് ഇല്ലേ, ഇതിങ്ങനെ എല്ലാ സിസ്റ്റംസും ഡെവലപ്പ് ചെയ്തു. ഓക്കെ, അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ജനൈറ്റൽ ഓർഗൻ, ടെസ്റ്റസും ഓവറിയും. ഓക്കെ, ടെസ്റ്റസ് ആൺകുട്ടിയിലാണെങ്കിൽ ടെസ്റ്റസ് ഡെവലപ്പ് ചെയ്യും, പെൺകുട്ടിയിലാണെങ്കിൽ ഓവറി ഡെവലപ്പ് ചെയ്യും. എനിക്ക് പറഞ്ഞാൽ 3-ാം മാസത്തിന്റെ അവസാനമാകുമ്പോൾ കിടക്കുന്ന കുട്ടിയുടെ തിരിച്ചറിയാൻ പറ്റും. കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാൻ പറ്റും. ടെസ്റ്റ് ഡെവലപ്പ് ചെയ്യും. ആണാണെങ്കിൽ ടെസ്റ്റ് ഡെവലപ്പ് ചെയ്യും, പെണ്ണാണെങ്കിൽ ഓവറി ഡെവലപ്പ്. അത് മനസ്സിലായ? ഇതാണ് ആദ്യത്തെ ട്രൈമസ്റ്റർ. ഫസ്റ്റ് ട്രൈമസ്റ്റർ. ആദ്യത്തെ 3 മാസത്തിന്റെ പ്രത്യേകതയാണ്. ഫസ്റ്റ് മാസത്തിന്റെ അവസാനം ഹാർട്ട് ബീറ്റ് തുടങ്ങും. സെക്കൻഡ് മാസത്തിന്റെ അവസാനം ഡെവലപ്പ് ചെയ്യും. തേർഡ് മാസത്തിന്റെ അവസാനം മേജർ ഓർഗൻ സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യും. പ്രധാനപ്പെട്ടത് ജനൈറ്റൽ ഓർഗൻ കറക്റ്റ് ഡെവലപ്പ് ചെയ്യുക. അതിനർത്ഥം എന്താ? ബേബിയുടെ സെക്സ് അറിയാൻ പറ്റും. കുട്ടി ആണാണോ പെൺകുട്ടിയാണോ എന്ന് തിരിച്ചറിയാൻ പറ്റും 3-ാം മാസത്തെ ആയിരിക്കും. അത് മനസ്സിലായത്? ഇനി ഒരു 4-ാം മാസത്തില് വലിയ വളരെയൊന്നുമില്ല. ഇനിയുള്ള വ്യത്യാസം 5-ാം മാസത്തിന്റെ അവസാനം. 5-ാം മാസത്തിന്റെ അവസാനമാകുമ്പോൾ ഈ
ബേബിയുടെ മൂവ്മെന്റ്, അതായത് വയറിലെ അമ്മയ്ക്ക് നെറ്റിയിൽ വയർ അനങ്ങുന്ന പോലെ മൂവ്മെന്റ് തുടങ്ങും. ബേബിയുടെ മൂവ്മെന്റ് തുടങ്ങുന്നത് ഏത് മാസമാണ്? 5ാം മാസത്തിന്റെ പകുതി ആവുമ്പോഴത്തേക്കും ബേബിയുടെ മൂവ്മെന്റ് മനസ്സിലായി. അതേപോലെ തലയില് മുടി വന്നു തുടങ്ങുന്നത്, തലയിൽ മുടി വന്നു തുടങ്ങുന്നത് 5ാം മാസം. 6ാം മാസത്തിലോട്ട് കടക്കുമ്പോ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കും. ശരീരം ബോഡി നിറച്ച് കുഞ്ഞു കുഞ്ഞു മുടികൾ ഡെവലപ്പ്. നമ്മുടെ ഡെലിവറി കഴിയുന്ന ഈ കാണുന്ന മുടികളില്ലേ, നമ്മുടെ ബോഡി കാണുന്ന മുടികളില്ലേ, ഇതെല്ലാം ഡെവലപ്പ് ചെയ്യുന്ന നേരത്തെ സമയത്താണ്. 6ാം മാസത്തിന്റെ അവസാനത്തിലാണ് ബോഡിയിൽ നിറച്ച് മുടികളുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ അതുപോലെ നമ്മളിങ്ങനെ അടഞ്ഞിരുന്നിട്ട് ഈ നെറ്റിങ്ങനെ സെപ്പറേറ്റ് ആവും. ചെറുതായിട്ട് നെറ്റിങ്ങനെ സെപ്പറേറ്റ് ആയി. അതുപോലെ നമ്മുടെ ഈ ലാഷസ് എല്ലാം ഡെവലപ്പ് ചെയ്ത ഐലാഷസ് എല്ലാം ഡെവലപ്പ് ചെയ്തിട്ട് ഇവിടെ 6ാം മാസത്തിന്റെ അവസാനം. ഓക്കെ, ഇനി ഒന്നാണ് 7, 8, 9 തേർഡ് ട്രൈമസ്റ്റർ. ഈ സമയം കൊണ്ട് അത് ഫുൾ മെച്വർ ബേബി ആയിട്ട് മാറും. അവസാനത്തെ 3 ട്രൈമസ്റ്ററിൽ അത് കംപ്ലീറ്റ് മെച്വർ ബേബി ആയിട്ട് മാറി ഇതാണ് ഗെസ്റ്റേഷൻ പീരീഡ്. ഗെസ്റ്റേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ 9 മാസം. പ്രഗ്നൻസി പീരീഡ് ആണ് ഗെസ്റ്റേഷൻ പീരീഡ്. ഗെസ്റ്റേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ പ്രഗ്നൻസി പീരീഡ് എത്ര മാസം? 9 മാസം. 3 ഡിവിഷൻ. ഫസ്റ്റ് ട്രൈമസ്റ്റർ, സെക്കൻഡ് ട്രൈമസ്റ്റർ, തേർഡ് ട്രൈമസ്റ്റർ. അടിപൊളിയായിട്ട് കുറച്ച് കൊടുക്കുക. ഫസ്റ്റ് ട്രൈമസ്റ്റർ ആദ്യത്തെ 3 മാസം. 1ാം മാസത്തിന്റെ അവസാനം ഇറങ്ങും. 2ാം മാസത്തിന്റെ അവസാനം ഇടയ്ക്ക്, 3ാം മാസത്തിന്റെ അവസാനം മേജർ ഓർഗൻസ്, അതിനകത്ത് ജനറ്റിക് ഓർഗൻസ് ഡെവലപ്പ് ചെയ്യും. പിന്നെ 4 കഴിഞ്ഞ് 5ാം മാസത്തിലാകുമ്പോൾ ഫസ്റ്റ് മൂവ്മെന്റ് വരും, കേവലം മുടി വരും. 6ാം മാസത്തിന്റെ അവസാനമാകുമ്പോൾ ബോഡി നിറച്ച് മുടി വരും, ഐഡന്റി സെപ്പറേറ്റ് ആവും. പിന്നെ 8, 9, 10, 7, 8, 9 ഫുൾ നെച്ചർ ബേബി ആയിട്ട് മാറും. അത് മനസ്സിലായോ? ഇനി ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ അടിപൊളിയായിട്ട് ശ്രദ്ധിച്ചോണം. ഈ കുട്ടിക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ, ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ, ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ആദ്യത്തെ 3 മാസത്തെ സ്കാനിങ്ങിൽ ഗൈനക്കോളജി കണ്ടെത്തണം. കിടക്കുന്ന കുട്ടിക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ അത് കണ്ടെത്തണം. കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അംഗവൈകല്യങ്ങളാകാം, ചിലപ്പോ ജനറ്റിക് ഡിസീസ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? നിങ്ങൾക്ക് പഠിക്കാനുണ്ട് അടുത്ത ചാപ്റ്ററിൽ. കേട്ടിട്ടുണ്ടോ? ഹീമോഫീലിയ കേട്ടിട്ടുണ്ടോ? സിക്കിൾ സെൽ അനീമിയ കേട്ടിട്ടുണ്ടോ? മസ്കുലാർ ഡിസ്ട്രോഫി കേട്ടിട്ടുണ്ടോ? +1 ലോക്കോമോഷൻ ഓർമ്മയുണ്ടോ? മസിൽ മയസ്തീനിയ ഗ്രാവിസ്, മസ്കുലാർ ഡിസ്ട്രോഫി, ടെറ്റനി എന്നൊക്കെ പറഞ്ഞ് പഠിച്ച ഓർമ്മയുണ്ടോ? ഇതില് ജനറ്റിക്, പാരമ്പര്യമായിട്ട് കൈമാറി വരുന്ന കുറെ അസുഖങ്ങളുണ്ട്. നമ്മൾ പഠിക്കും കേട്ടോ, കുഴപ്പമില്ല, പഠിക്കും. ഓക്കെ, പേരെന്താ? ജനറ്റിക് ഡിസീസ്. ഏതൊക്കെ? ജനറ്റിക് ഡിസീസ്. ഇനി ഉള്ളത് നമ്മുടെ ക്രോമസോം എത്ര? 46 ആണ് അല്ലേ? ഇത് കുറഞ്ഞാലും പ്രശ്നമാണ്, കൂടിയാലും പ്രശ്നമാണ്. കുറഞ്ഞാലുള്ള പ്രശ്നം നമ്മൾ പഠിക്കും, ഇതും പഠിക്കും. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇത് കൂടുന്ന ഒരു അസുഖമുണ്ട്, ഡൗൺ സിൻഡ്രോം. നമ്മുടെ KS ചിത്ര അറിയാലോ, പാട്ടുകാരി. ചിത്രയുടെ കൊച്ചിന് ഉണ്ടായിരുന്ന അസുഖം ഡൗൺ സിൻഡ്രോം ആണ്. പറഞ്ഞു മനസ്സിലായ? അത് ശരിക്കും 3ാം മാസം കണ്ടെത്തിയിരുന്നു എങ്കിൽ ആ കൊച്ചു ജനിക്കൂലായിരുന്നു. അതിനെ അബോർഷൻ ചെയ്ത് കളയാൻ പറ്റുമായിരുന്നു. പക്ഷെ ആ കുട്ടി ജനിച്ചു. ഡൗൺ സിൻഡ്രോം ആയിരുന്നു അസുഖം. ക്രോമോസോം നമ്പർ കൂടുതലാണ്, 46 എന്നുള്ളത് 47 ആണ്. ബുദ്ധിയൊന്നും കാണത്തില്ല. അത് ചിത്രയുടെ ഫ്ലാറ്റില് സ്വിമ്മിംഗ് പൂൾ ഉണ്ടല്ലോ, അതിനകത്ത് വീണ് കൊച്ചു മരിച്ചുപോയി. നന്ദന എന്നാണ് പേര്. അറിയാമോ കഥയൊക്കെ? ഓക്കെ,
അങ്ങനെ ആ കുട്ടി മരിച്ചുപോയി. കാരണം ബുദ്ധി വളർച്ചയില്ല. ഓക്കെ, നമ്മൾ ആ ഡിസീസിനെ കുറിച്ച് പഠിക്കും കേട്ടോ. അടുത്തൊരു ചാപ്റ്റർ ജനറ്റിക്സിൽ പഠിക്കും. സോ ഞാനിപ്പോ അത് സ്കിപ്പ് ചെയ്യാണ്. അവിടെ എത്തുമ്പോൾ വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഈ കുട്ടിക്ക്, നമ്മുടെ യൂട്രസിനകത്ത് കിടക്കുന്ന കുട്ടിക്ക് എന്തൊക്കെ അസുഖം പറഞ്ഞേ? ജനറ്റിക് ഡിസീസ്. എന്താണ് ജനറ്റിക് ഡിസീസ്? അടുത്ത് ക്രോമസോമൽ ഡിസീസ്. ജനറ്റിക് ഡിസീസ്, ക്രോമസോമൽ ഡിസീസ്. അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തിയാൽ, അത് ഡോക്ടർ കണ്ടെത്തിയാൽ ആ കുട്ടി പിന്നെ ജനിക്കുന്നതിൽ കാര്യമുണ്ടോ? ആ കുട്ടിയെ കൊല്ലുന്നതായിരിക്കും നല്ലത്. അതിനെ നമ്മൾ അബോർഷൻ ചെയ്യണം. ആ കുട്ടിയെ നശിപ്പിച്ച് കളയുക. പക്ഷേ അബോർഷൻ ചെയ്യാൻ ഏറ്റവും സേഫ് ആദ്യത്തെ 3 മാസത്തിലാണ്. അത് മനസ്സിലായോ? അബോർഷൻ ചെയ്യേണ്ടത് ഫസ്റ്റ് ട്രൈമസ്റ്ററിലാണ്. എന്നാൽ ആ കുട്ടി 4-ാം മാസമോ 5-ാം മാസത്തിലേക്കോ 6-ാം മാസത്തിലേക്കോ കടന്നതിന് ശേഷം ആണ് ഇത് കണ്ടെത്തുന്നതെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ കുട്ടിയെ പ്രസവിക്കുക എന്നുള്ളതേ ഉള്ളൂ. പറഞ്ഞു മനസ്സിലായോ? ആദ്യത്തെ 3 മാസം കഴിഞ്ഞു പോയാൽ ഇനി അബോർഷൻ ചെയ്യാൻ പറ്റൂല എന്നല്ല, അത് ചെയ്യുന്നത് കുറച്ച് റിസ്ക് ആണ്. അമ്മയ്ക്കും പ്രശ്നമാണ്, കുട്ടി എന്തായാലും മരിക്കുമല്ലോ. അമ്മയ്ക്ക് പ്രശ്നമാണ്. ഓക്കെ, എപ്പോഴും അബോർഷൻ സേഫ് എപ്പോഴാണ്? ഫസ്റ്റ് ട്രൈമസ്റ്റർ. സെക്കൻഡും തേർഡും ഡേഞ്ചർ ആണ്. ഓക്കെ, ഇനി ഞാൻ വേറെ കാര്യം പറഞ്ഞുതരാം. ചില പെൺകുട്ടികൾ പ്രഗ്നന്റ് ആകുമ്പോൾ ബാത്റൂമിൽ വഴുതി വീഴുക എന്നൊക്കെ സംഭവം കേട്ടിട്ടുണ്ടല്ലോ. വഴുതി വീണ് കഴിഞ്ഞാൽ അബോർഷനായി പോകും. പ്രഗ്നന്റ് ആയ ഒരു പെൺകുട്ടി വഴുതി വീണ് കഴിഞ്ഞാൽ അബോർഷനായി പോകും. പ്രത്യേകിച്ച് വീഴുന്നത് ടോയ്ലറ്റിലാണ്. വഴുതി വീഴും. സംഭവം, ഈ പെൺകുട്ടി പ്രഗ്നന്റ് ആകുന്ന സമയത്ത് വഴുതി വീണു എന്ന് വിചാരിച്ചു. ആദ്യത്തെ 3 മാസത്തിനുള്ളിലാണ് പെൺകുട്ടി വഴുതി വീഴുന്നതെങ്കിൽ കുട്ടി മരിക്കും, അമ്മയ്ക്ക് കുഴപ്പമില്ല. കുട്ടി മരിക്കും, പക്ഷെ അമ്മയ്ക്ക് പ്രശ്നമില്ല. എന്നാൽ ഇതേ പെൺകുട്ടി വീഴുന്നത് 5-ാം മാസത്തിലോ 6-ാം മാസത്തിലോ ആണെങ്കിൽ, നിങ്ങളൊന്ന് ആലോചിക്കണം, നമ്മുടെ ഈ എംബ്രിയോ വലുതാവുമല്ലോ. വലുതാവുമ്പോൾ പ്ലാസന്റയുടെ പിടുത്തം എന്ത് ചെയ്യും? കൂടും, സ്ട്രോങ് ആവും. പ്ലാസന്റയുടെ പിടുത്തം സ്ട്രോങ് ആവും. നിങ്ങളൊന്ന് ആലോചിച്ചേ, 6-ാം മാസത്തിൽ ഈ കുട്ടി ഇളകിയുള്ള അവസ്ഥ ആലോചിച്ചേ. 6-ാം മാസത്തിൽ ഈ കുട്ടി ഇളകിയുള്ള അവസ്ഥ ആലോചിച്ച് നോക്കിയേ. ആരെ വലിച്ചു പിഴുതോണ്ട് വരും? എൻഡോമെട്രിയം വലിച്ചു കീറിക്കൊണ്ട് വരും, അല്ലേ? 6-ാം മാസത്തിലോ 7-ാം മാസത്തിലോ ഒരു അമ്മ വഴുതി വീണാൽ, ഒരു പെൺകുട്ടി വഴുതി വീണ് കഴിഞ്ഞാൽ ആലോചിച്ചേ, ആ കുട്ടി ഇളകിക്കഴിഞ്ഞാൽ എൻഡോമെട്രിയം വലിച്ചു പിഴുതോണ്ട് വരും. ഒന്ന് ആലോചിച്ചേ, എത്ര ഭീകരമായ ബ്ലീഡിങ് ആയിരിക്കും സംഭവിക്കുന്നത്, അല്ലേ? അമ്മ മരിക്കും, കുട്ടിയും മരിക്കും, അമ്മയും മരിക്കും. കാരണം അത്ര ബ്ലീഡിങ് ആയിരിക്കും സംഭവിക്കുന്നത്. പറഞ്ഞു മനസ്സിലാക്കി? ഇത് ഞാന് ഇന്റേൺഷിപ്പ് ചെയ്യുന്ന ടൈമിൽ ഇതേപോലൊരു കേസ് നടന്നിട്ടുണ്ടായിരുന്നു. ഒരു പെൺകുട്ടി 6-ാം മാസത്തിന്റെ അവസാനം വീണ് കാഷ്വാലിറ്റിയിൽ കൊണ്ടുവന്നപ്പോഴേ ആള് മരിച്ചു. കാരണം കൊണ്ടുവന്നപ്പം കാല് വഴിക്ക് ഇങ്ങനെ ബ്ലഡ് വെക്കൊണ്ടിരിക്കുകയാണ്. ആള് മരിച്ചു. കാരണം എന്താ? നിങ്ങളൊന്ന് ഊഹിച്ചേ, ഈ കുട്ടിക്ക് ന്യൂട്രീഷൻ കൊടുക്കാനായിട്ട് ഈ ബ്ലഡ് തിളച്ചിരിക്കുകയാണ്, അല്ലേ? എൻഡോമെട്രിയത്തിനകത്ത് ബ്ലഡ് നിറഞ്ഞ് കവിഞ്ഞിരിക്കും. കാരണം എന്താ? ഈ ബ്ലഡിൽ നിന്നാണ് കുട്ടിക്ക് ഫുഡ് കിട്ടുന്നത്, അല്ലേ? കുട്ടിക്ക് ഫുഡ് കൊടുക്കണ്ടേ? അപ്പൊ എൻഡോമെട്രിയ ഇങ്ങനെ തിളച്ചിരിക്കും ബ്ലഡ് കൊണ്ട്. അപ്പോ ഈ അബോർഷൻ ആവുമ്പോ ഇത് ഇളകി ഇങ്ങ് വരും. പറഞ്ഞു മനസ്സിലായി? എൻഡോമെട്രി ഇളകും. എൻഡോമെട്രി മുറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത്ര ബ്ലഡ് തിളച്ചിരിക്കുകയല്ലേ, ഡാം തുറന്നു വിടുന്ന പോലെയാണ്. ബ്ലഡ് ഒറ്റയടിക്ക് ഒരു പോക്ക് പോകും. പറഞ്ഞു മനസ്സിലായോ? ബ്ലഡ് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? BP കുറയും. ബ്ലഡ് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? BP താഴും. BP താന്ന് കാർഡിയാക് അറസ്റ്റ്, ഹാർട്ട് അങ്ങ് നിൽക്കും. അങ്ങനെ ആ പെൺകുട്ടി മരിച്ചായിരുന്നു. നമ്മുടെ ഹോസ്പിറ്റൽ കാഷ്വാലിറ്റിയിൽ എത്തിച്ചപ്പോഴേ ആള് മരിച്ചു. പറഞ്ഞു മനസ്സിലായോ? അത് ഇതുപോലെ ടോയ്ലറ്റിൽ കയറിയപ്പോ ഈ ആരോ കുളിച്ചിട്ട് പോയപ്പോഴത്തേക്ക് സോപ്പിന്റെ പതയൊക്കെ കിടന്നതല്ലേ. അപ്പൊ സോപ്പിന്റെ പത കിടന്ന് ഈ കൊച്ച് ചവിട്ടിയപ്പോഴത്തേക്കും നേരെ വഴുതി അങ്ങ് വീണു. പറഞ്ഞു മനസ്സിലായോ? പിടികിട്ടിയോ? ഇതാണ് സംഭവം.
പക്ഷെ അതേസമയം ആദ്യത്തെ 3 മാസത്തിനുള്ളിലാണ് ഈ വീഴ്ച വന്നിരുന്നെങ്കിൽ അമ്മ മരിക്കൂലായിരുന്നു. കുട്ടി മരിക്കും, പക്ഷെ അമ്മ കമ്പാരിറ്റീവ്ലി സേഫ് ആയിരുന്നു ഒരു പക്ഷേ. പക്ഷെ മരണം നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നടന്നിട്ടുണ്ട്. പറഞ്ഞു മനസ്സിലായോ? അത് ഈ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ലേറ്റ് ആകുന്നതിനനുസരിച്ച് മരണസാധ്യത കൂടും. എത്രയും പെട്ടെന്ന് എത്തിച്ചാൽ അത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്താം. ലേറ്റ് ആകും തോറും ബ്ലഡ് വെക്കൊണ്ടിരിക്കും. പറഞ്ഞു മനസ്സിലായോ? ഓക്കെ ഓക്കെ, ശരി. ഇതാണ് ഗസ്റ്റേഷൻ പീരീഡ്. വ്യക്തമായിട്ട് മനസ്സിലായോ? വ്യക്തമായിട്ട് പിടികിട്ടിയോ? ഒരു ക്ലാരിറ്റി കിട്ടിയോ? ഇപ്പം ഒന്നാലോചിച്ച്, പ്രഗ്നൻസി ടൈമില് എടുക്കേണ്ട പ്രിക്കോഷൻസ് വളരെ വലുതാണ്, ലൈഫ് ത്രെട്ടനിങ് ആണ്, അല്ലേ? ഒരു ചെറിയൊരു കെയർലെസ് മതി, ഒന്നുകിൽ കുട്ടി പോവും, ഇല്ലെങ്കിൽ രണ്ടുപേരും പോവും. അത് മനസ്സിലായോ? ഓക്കെ. ഓക്കെ, തുടങ്ങാം. ബാക്കി പറയട്ടോ? റെഡി? മനസ്സിലായോ? പറഞ്ഞു പിടികിട്ടിയ? അപ്പൊ ഇനി ഒരു കഥ പോലെ സങ്കല്പിക്കുക. 9 മാസം ആയി. ഓക്കെ, 5-ാം മാസം ആവുമ്പോഴേ എന്ത് തുടങ്ങും? ചവിട്ട് തുടങ്ങും. 5-ാം മാസം ആവുമ്പോഴേ കുട്ടി എന്ത് തുടങ്ങും? ചവിട്ട് തുടങ്ങും, അല്ലേ? 5-ാം മാസത്തിനേക്കാൾ കുട്ടിയുടെ വലിപ്പം കൂടും 6-ാം മാസം. അതിനേക്കാൾ വലിപ്പം കൂടും 7-ാം മാസം. അതായത് ഓരോ മാസം കഴിയും തോറും കുട്ടിയുടെ ഭാരം കൂടി വരുന്നു എന്നർത്ഥം. ശരിയല്ലേ? അങ്ങനെ 9-ാം മാസം കടക്കുമ്പോ തന്നെ ആളെന്തായി? ഫുൾ ടേൺ ആയി, ഫുൾ മെച്ചുറായി, അല്ലേ? നല്ലോണം കിടന്ന് ചവിട്ടുകയാണ്. ഓക്കെ, നല്ലോണം ചവിട്ടി അവസാനം 9-ാം മാസത്തിന്റെ അവസാനമാകുമ്പോ ഗൈനക്കോളജിയെ പോയി കാണുമ്പോ ഗൈനക്കോളജി പറയും, ഒരു ഡേറ്റ് തരും, വന്ന് അഡ്മിറ്റ് ആവാൻ പറയും. അതായത് 9-ാം മാസത്തിന്റെ 4-ാമത്തെ ആഴ്ച, 9-ാം മാസത്തിന്റെ അവസാനം. 9-ാം മാസത്തിന്റെ അവസാനമാകുമ്പോ ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റ് ആവാൻ പറയും. എന്തിനാണെന്നറിയോ? ശ്രദ്ധിച്ചോണേ. 9-ാം മാസത്തിന്റെ അവസാനമാകുമ്പോ ഈ കുട്ടിയുണ്ടല്ലോ നല്ലോണം കിടന്ന് ചവിട്ടും. ഓക്കെ, അതായത് സങ്കല്പിക്കുക, ഇപ്പം ഈ പെൺകുട്ടി എവിടെ എത്തി? ഹോസ്പിറ്റലിൽ എത്തി. ഓക്കെ, അപ്പോ സ്കാനിങ് ചെയ്യുന്നു. സ്കാനിങ് ചെയ്തിട്ട് ഡോക്ടർ പറയുകയാണ്, ഉടനെ തന്നെ എന്തുണ്ടാവും? ഡെലിവറി എപ്പോ വേണമെങ്കിലും സംഭവിക്കാന്ന് പറയും. സംഭവിക്കുന്നത് എന്താണെന്നറിയോ? ഈ കുട്ടി കിടന്ന് ചവിട്ടും. ഓക്കെ, ചവിട്ട് എവിടെ കൊള്ളുമെന്നറിയോ? എവിടെ കൊള്ളും? മയോമെട്രിയത്തിൽ ചവിട്ട് കൊള്ളും. ഉടനെ മയോമെട്രിയ നേരെ മെസ്സേജ് കൊടുക്കും. ആർക്ക് മെസ്സേജ് കൊടുക്കും? ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ് ഉടനെ ആരെ അറിയിക്കും? പിറ്റ്യൂട്ടറിയുടെ പോസ്റ്റീരിയർ ലോബിനെ അറിയിക്കും. ആരെ അറിയിക്കും? പോസ്റ്റീരിയർ ലോബിനെ അറിയിക്കും. ഇവിടെ ഒരാള് ഉണ്ട്, പേരെന്താ? ഓക്സിറ്റോസിൻ. ശരിക്കും ഈ ഓക്സിറ്റോസിൻ ഉണ്ടാക്കുന്ന ആരാണെന്നറിയോ? ഹൈപ്പോതലാമസ്. പറഞ്ഞ മനസ്സിലായോ? ഹൈപ്പോതലാമസ്. ആരാ ഓക്സിറ്റോസിനെ ഉണ്ടാക്കുന്ന? ആരാ? ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ് ഓക്സിറ്റോസിനെ ഉണ്ടാക്കി എവിടെ സ്റ്റോർ ചെയ്ത് വെക്കും? പോസ്റ്റീരിയർ ലോബിൽ. പറഞ്ഞേ. ഹൈപ്പോതലാമസ് ഓക്സിറ്റോസിനെ ഉണ്ടാക്കി എവിടെ സ്റ്റോർ ചെയ്ത് വെക്കും? പോസ്റ്റീരിയർ ലോബിൽ. അപ്പൊ ആലോചിച്ചേ, ഇനി ശ്രദ്ധിച്ചോണേ. ബേബി ചവിട്ടയാണ്. ചവിട്ട് എവിടെ കൊള്ളും? ഇമ്പാക്ട്, സ്റ്റിമുലസ് എങ്ങോട്ട് പോവും? ബേബിയുടെ ആക്ടിവിറ്റി കാരണം ഒരു സ്റ്റിമുലസ് ഡെവലപ്പ് ചെയ്യും. എവിടെ? മയോമെട്രിയം. ഓക്കെ, ഇവിടെ മയോമെട്രിയം ഒരു സിഗ്നൽ അയക്കും. എങ്ങോട്ട്? ഹൈപ്പോതലാമസ്. ഉടനെ ഹൈപ്പോതലാമസ് ആർക്ക് മെസ്സേജ് കൊടുക്കും? പിറ്റ്യൂട്ടറിയുടെ പോസ്റ്റീരിയർ ലോബിൽ മെസ്സേജ് കൊടുക്കും. എന്ത് മെസ്സേജ് കൊടുക്കും? റിലീസ് ചെയ്തോ. ആരെ? ഓക്സിറ്റോസിൻ അങ്ങ് റിലീസ് ചെയ്യാൻ പറയും. ഓക്സിറ്റോസിൻ നേരെ എങ്ങോട്ട് പോവും? മയോമെട്രിയത്തിലോട്ട് പോകും. എന്നിട്ട് മയോമെട്രിയത്തിനെ പിടിച്ച് കംപ്രസ് ചെയ്യും. ഉടനെ അമ്മയ്ക്ക് എന്ത് തുടങ്ങും? അടിവയറ്റിൽ വേദന. ഇങ്ങനെ കംപ്രസ് ചെയ്യുമ്പോഴേ ഉടനെ വേദന തുടങ്ങും. ഉടനെ കിടന്ന് വിളിക്കാൻ തുടങ്ങും. ഉടനെ തള്ളി ലേബർ റൂമിനകത്ത് കയറ്റും.
പറഞ്ഞു മനസ്സിലായോ? പറഞ്ഞു പിടി കിട്ടിയോ? ഒന്ന് ആലോചിക്കണേ. നോക്കിയേ, ഓക്സിഡോസിന് വന്ന് ആരെ കംപ്രസ് ചെയ്യും? മയോമെട്രിയത്തിനെ കംപ്രസ് ചെയ്യും. മയോമെട്രിയത്തിനെ കംപ്രസ് ചെയ്യുമ്പോഴേ നിങ്ങൾ നാലോചിച്ച്, അകത്ത് കുട്ടി കിടക്കുകയല്ലേ, ഈ കുട്ടി വീണ്ടും ചവിട്ടും, വീണ്ടും ചവിട്ടും. വീണ്ടും ചവിട്ടുമ്പോ വീണ്ടും മയോമെട്രിയം ആർക്ക് സിഗ്നൽ കൊടുക്കും? ഹൈപ്പോതലാമസിന്. അപ്പൊ വീണ്ടും വീണ്ടും കൂടുതൽ കൂടുതൽ ഓക്സിറ്റോസിനെ റിലീസ് ചെയ്യും. അപ്പൊ കൂടുതൽ കൂടുതൽ ഓക്സിറ്റോസിൻ വന്ന് നല്ലോണം കംപ്രസ് ചെയ്യും. ആരെ കംപ്രസ് ചെയ്യും? ആരെ കംപ്രസ് ചെയ്യും? ആരെ കംപ്രസ് ചെയ്യും? യൂട്രസിനെ കംപ്രസ് ചെയ്യും. ഉടനെ ബേബി നേരെ ഇറങ്ങിപ്പോവും. ഏത് വഴിക്ക് ഇറങ്ങിപ്പോവും? ഏത് വഴിക്ക് ഇറങ്ങിപ്പോവും? യൂട്രസും കടന്ന് സെർവിക്സും കടന്ന് വജൈനെ കൂടെ നേരെ പുറത്തോട്ട് അങ്ങ് ചാടും. പറഞ്ഞ് മനസ്സിലായോ? നിങ്ങളൊന്ന് ആലോചിച്ചേ, ഈ കോൺട്രാക്ഷൻ നടക്കാൻ കാരണം എന്താ? അല്ല, ആദ്യം തുടക്കം ബേബിയുടെ ആക്ടിവിറ്റി അല്ലേ? ബേബി, നിങ്ങൾ പറഞ്ഞ ബേബി ആദ്യം ആരെ സ്റ്റിമുലേറ്റ് ചെയ്യും? മയോമെട്രി. ഉടനെ ഹൈപ്പോതലാമസിനെ അറിയിക്കും. ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറിയുടെ പോസ്റ്റീരിയർ ലോബിനെ അറിയിക്കും. പോസ്റ്റീരിയർ ലോബ് ഓക്സിറ്റോസിനെ റിലീസ് ചെയ്യും. ഓക്സിറ്റോസിൻ മയോമെട്രിയത്തിനെ വന്ന് കോൺട്രാക്ട് ചെയ്യും. അപ്പൊ വീണ്ടും വീണ്ടും ബേബിയുടെ ആക്ടിവിറ്റി കൂടും. വീണ്ടും ഹൈപ്പോതലാമസ് രണ്ടാമത് ആക്ടിവേറ്റ് ആവും. അടുത്ത് കൂടുതൽ കൂടുതൽ ഓക്സിറ്റോസിനെ റിലീസ് ചെയ്യും. പറഞ്ഞു മനസ്സിലായോ? ഇത് കോൺട്രാക്ട് ചെയ്യുമ്പോൾ ബേബിയുടെ ആക്ടിവിറ്റി കൂടും. അപ്പൊ കൂടുതൽ കൂടുതൽ ഹൈപ്പോതലാമസ് കൂടുതൽ കൂടുതൽ ഓക്സിറ്റോസിനെ റിലീസ് ചെയ്യും. എത്രത്തോളം ഓക്സിറ്റോസിൻ വരുന്നോ അത്രത്തോളം പെട്ടെന്ന് ഡെലിവറി നടക്കും. പറഞ്ഞു മനസ്സിലായ? പറഞ്ഞ പിടികിട്ടിയ? പറഞ്ഞു മനസ്സിലായ? പറഞ്ഞു മനസ്സിലായ? നോക്കിയേ, ഇവിടെ ഡെലിവറി നടക്കാൻ കാരണം കുട്ടിയുടെ ആക്ടിവിറ്റി അല്ലേ? കുട്ടിയുടെ ആക്ടിവിറ്റി കാരണം ശല്യം സഹിക്ക വയ്യാതെയാണ് ഇത് കോൺട്രാക്ട് ചെയ്തല്ലേ? ഇതിനെ പറയുന്നൊരു പേരുണ്ട്, പേരെന്താ? ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സ്. എന്താണ് ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സ്? 9 മന്തിന്റെ അവസാനം. പോരട്ടെ, പറഞ്ഞേ, നിങ്ങൾ പറഞ്ഞേ. ബേബിയുടെ ആക്ടിവിറ്റി കാരണം മയോമെട്രിയം ഒരു സ്റ്റിമുലസ് ഡെവലപ്പ് ചെയ്യും. ആരെ അറിയിക്കും? ഹൈപ്പോതലാമസ്. ഉടനെ ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറിയുടെ പോസ്റ്റീരിയർ ലോബിനെ ആക്ടിവേറ്റ് ഇൻഫോം ചെയ്യും. ഉടനെ ഓക്സിറ്റോസിൻ റിലീസ് ആവും. ഓക്സിറ്റോസിൻ എങ്ങോട്ട് വരും? മയോമെട്രിയത്തിൽ വന്നിട്ട് മയോമെട്രിയത്തിനെ കംപ്രസ് ചെയ്യും, കോൺട്രാക്ട് ചെയ്യും. അപ്പൊ വീണ്ടും ബേബിയുടെ ആക്ടിവിറ്റി കൂടും. അപ്പൊ വീണ്ടും ഹൈപ്പോതലാമസ് സ്റ്റിമുലേറ്റ് ആവും. എക്സസ് ആയിട്ട് ഓക്സിറ്റോസിൻ റിലീസ് ആവും. എത്രത്തോളം ഓക്സിറ്റോസിൻ കൂടുന്നു അത്രത്തോളം കംപ്രഷൻ കൂടും. പെട്ടെന്ന് ഡെലിവറി നടക്കും. This is called fetal ejection reflex. അങ്ങനെ ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സ് കാരണം ബേബി യൂട്രസിൽ നിന്ന് സെർവിക്സ് വഴി വജൈന വഴി പുറത്തോട്ട് ചാടി. ദിസ് ഈസ് കോൾഡ് പാർച്ചുറേഷൻ. പാർച്ചുറേഷൻ മീൻസ് ഡെലിവറി. ഡെലിവറിയെ പറയുന്ന പേരാണ് പാർച്ചുറേഷൻ. ഡെലിവറിയെ പറയുന്ന പേരാണ് പാർച്ചുറേഷൻ. ഡെലിവറിയെ പറയുന്ന പേരാണ് പാർച്ചുറേഷൻ. ഡെലിവറിയെ പറയുന്ന പേരാണ് പാർച്ചുറേഷൻ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ച് നോക്കിയേ. എന്താണ് ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സ്? ഫുള്ളായിട്ട് ആലോചിച്ച് നോക്കിയേ, നല്ലോണം നോക്ക്. ഇതിന്റെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചേ. ഹലോ,
ഓക്കെ. പിന്നെ നിനക്ക് പഠിക്കാനില്ല, ജസ്റ്റ് കേട്ടിരിക്കുക. ഇതൊരു ഈ ഡോക്ടേഴ്സിന്റെ ലൈഫില്, പ്രത്യേകിച്ച് ഗൈനക്കോളജി, ഇവര് നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്നറിയാമോ? സ്റ്റിൽ ബർത്ത് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്, കേട്ടിട്ടുണ്ടോ? ഡെലിവറിക്ക് മുന്നേ കുട്ടി മരിക്കും. ഞാൻ ഒരു മെഡിസിറ്റി നടന്നൊരു വലിയൊരു സംഭവം ഞാൻ പറഞ്ഞുതരാം. ഒരു പെൺകുട്ടി ഈ ഗൈനക്കോളജി, അതായത് 9ാം മാസത്തിന്റെ അവസാനം ഡെലിവറിക്ക് ഡേറ്റ് കൊടുത്തേക്കാണ്. ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങൾക്ക് ഈ കഥ? പറഞ്ഞായിരുന്നു നേരത്തെ മരിച്ചു പോയത്? ഇത് നിങ്ങൾക്ക് പറഞ്ഞായിരുന്നു അല്ലേ? ഹസ്ബൻഡ് മറ്റവരെ ക്യാബിനൊക്കെ അടിച്ച് പൊട്ടിച്ച കേസൊക്കെ ഞാൻ പറഞ്ഞില്ലായിരുന്നു? പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ? പറഞ്ഞായിരുന്നോ? സംഭവം ഇതാണ്. 9ാം മാസത്തിന്റെ അവസാനം ഇവരെ ലാസ്റ്റ് സ്കാനിങ് ഉണ്ടല്ലോ, സ്കാനിങ് ചെയ്തു. ഒരു 2 ദിവസം കഴിഞ്ഞാൽ ഡേറ്റ് കൊടുത്തേക്കാണ്. ആലോചിക്കണം, 9ാം മാസത്തിന് അവസാനത്തെ സ്കാനിങ് ചെയ്തു. അതായത് ഇന്ന് സ്കാനിങ് ചെയ്തെന്ന് വിചാരിച്ചോ, അവരുടെ അടുത്ത് പറഞ്ഞേക്കാണ് 2 ദിവസം കൂടെ കഴിഞ്ഞാല് ഡെലിവറിയാണ്. സ്കാനിങ് ചെയ്തതിന്റെ അന്ന് കൊച്ചു മരിച്ചു. സ്കാനിങ് ചെയ്തതിന്റെ അന്ന് രാത്രി നോക്കിയപ്പോ വയറിനകത്ത് മൂവ്മെന്റ് ഇല്ല. പറഞ്ഞ മനസ്സിലായോ? അപ്പോഴ് സിസ്റ്ററിനെ പോയി അറിയിച്ചു. സിസ്റ്റർ ഇതുപോലെയാണ്, കുട്ടിക്ക് അനക്കമില്ല. പറഞ്ഞു കുഴപ്പമില്ല, വേറെ ഒന്നും പേടിക്കില്ല, രാവിലെ ഡോക്ടർ വരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ മാഡം വന്നു, നോക്കിയപ്പോ അനക്കമില്ല. സ്കാൻ ചെയ്തപ്പോ കുട്ടി മരിച്ചു. 2 ദിവസം കൂടെ കഴിഞ്ഞാൽ ഡെലിവറിക്ക് ഡേറ്റ് കൊടുത്തേക്കാണ്. ഹസ്ബൻഡ് എന്ത് ചെയ്തു? ഇവരുടെ ക്യാബിനെ അങ്ങ് അടിച്ച് തകർത്തു. അപ്പോ എന്നിട്ട് ഇവര് പറഞ്ഞു ഡോക്ടറിന്റെ മിസ്റ്റേക്കാണ്, ഗൈനക്കോളജിയുടെ മിസ്റ്റേക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ഒരു സംഭവമാക്കി. അവരൊരു കാര്യം, അവര് പറഞ്ഞു ഞാൻ ഇഞ്ചക്ഷൻ കൊടുത്ത് ഈ കൊച്ചിനെ പുറത്തിറക്കാം, 48 മണിക്കൂറിനകത്ത് കൊച്ച് പുറത്തു വരും, നിങ്ങൾ ഇതും കൊണ്ട് മെഡിക്കൽ കോളേജിൽ പോകാൻ പറഞ്ഞു. അവിടെ പോയി പോലീസിൽ കേസ് കൊടുത്ത് നോർമലി പോസ്റ്റ്മോർട്ടം ചെയ്യുമല്ലോ, എന്ന് വെച്ചാൽ കുട്ടിയെ കീറി പരിശോധിക്കുമല്ലോ. എന്നിട്ട് ആ റിസൾട്ടിൽ എനിക്കെതിരായിട്ടാണെങ്കിൽ നിങ്ങൾ ആ രീതിക്ക് നോക്കാൻ പറഞ്ഞു. അപ്പോ ഈ കുട്ടിയെ പുറത്തെടുത്തു, മരിച്ചല്ലോ ആള്. നേരെ മെഡിക്കലിൽ കൊണ്ടുപോയി. പോസ്റ്റ്മോർട്ടത്തിന്റെ റിസൾട്ട് വരുന്നത് 2-3 ആഴ്ച കഴിയും. അങ്ങനെ റിസൾട്ട് വന്നപ്പോ മരണകാരണം BP കൂടിയതാണ്. നമ്മൾ കുഴഞ്ഞു വീണ് മരിക്കുന്നു എന്നൊക്കെ കേട്ടിട്ടില്ലേ? നമ്മളിപ്പോ നിങ്ങളുടെ ഈ പ്രായത്തിലുള്ള ആൾക്കാര്, അല്ലെങ്കിൽ ഒരു 50 വയസ്സിൽ താഴെയുള്ള ആൾക്കാർ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്നു എന്നൊക്കെ കേട്ടിട്ടില്ലേ? BP കൂടി മരിച്ചു, BP കുറഞ്ഞു മരിച്ചു എന്ന് കേട്ടിട്ടില്ലേ? ചോദിക്കുമ്പോൾ ഒരു അസുഖവും കാണത്തില്ല, പക്ഷെ പെട്ടെന്ന് വന്ന ഒരു ചേഞ്ചാണ്.
ഇതേ പ്രശ്നം നമ്മുടെ യൂട്രസിനകത്ത് കിടക്കുമ്പോഴും ഉണ്ടാവും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? നമ്മളിപ്പോ ജീവനോടെ ഇരിക്കുമ്പോൾ നമ്മൾ കുഴഞ്ഞു വീണ് മരിക്കുന്നില്ലേ? ഇതേപോലൊരവസ്ഥ യൂട്രസിനകത്ത് കിടക്കുന്ന ബേബിയിൽ സംഭവിക്കാം. BP കുറയാം, കൂടാം, അറിയാൻ പറ്റൂല. അങ്ങനെ സംഭവിച്ചതാണ്. അവിടെ ഗൈനക്കിനൊന്നും ചെയ്യാൻ പറ്റൂല. ആൾക്കാർ കുഴഞ്ഞു വീണ് മരിക്കുന്നില്ലേ? മരണ കാരണം ഏതെങ്കിലും ഡോക്ടറാണെന്ന് പറയാൻ പറ്റുമോ? ചിലപ്പോൾ ഒരാഴ്ച മുന്നേ വല്ല പനിയായിട്ട് പോയി ഡോക്ടറെ കണ്ടതായിരിക്കും. ഇവിടെ പറയാൻ പറ്റുമോ കഴിഞ്ഞ ആഴ്ച ഡോക്ടറെ കണ്ട ആൾ മരിച്ചാണെന്ന് പറയാൻ പറ്റുമോ? ഇറ്റ്സ് ഹാപ്പൻ. അതേപോലെ നടന്നൊരു സംഭവമാണിത്. അവരെ ക്യാമ്പിൽ കയറി അടിച്ചു പൊട്ടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോ ഇത് സംഭവിക്കാം. പക്ഷേ ഇത് ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട് എന്ന് നമുക്ക് ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളെ നമുക്ക് പറഞ്ഞ് ധരിപ്പിക്കാൻ പറ്റും. പക്ഷെ എഡ്യൂക്കേഷൻ ഇല്ലാത്ത ഒരാള് റിയാക്ട് ചെയ്യുന്നതാണ് ഇങ്ങനെയൊക്കെ. പറഞ്ഞ മനസ്സിലായോ? അതാണ് ഈ ഗൈനക്കിന്റെ ഒക്കെ ഒരു ഗൈനക്കോളജി നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇപ്പൊ ഞങ്ങളുടെ ഓറൽ സർജറി ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ ഇപ്പൊ ഒരു ഫേഷ്യൽ ട്രോമ വന്നു, മുഖമൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുകയാണ്, നമുക്ക് പറയാൻ പറ്റൂ? നമുക്ക് ഇങ്ങനെ പറയും, മാക്സിമം നോക്കും, ചിലപ്പോൾ ശരിയായിരിക്കും, മുഖം വേണമെങ്കിൽ റെഡിയാക്കി എടുക്കാന്നേ പറയാൻ പറ്റൂ. അല്ലാതെ പഴയ പോലെ പുത്തനാക്കി തരുമെന്ന് പറയാൻ പറ്റൂല. ഒരു ന്യൂറോ സർജൻ ഒരിക്കലും പറയൂല. ഒരു ആക്സിഡന്റ് പറ്റി തലപൊട്ടി വരെയല്ലേ അയാൾ പറയുന്നത് മാക്സിമം നോക്കും, ചിലപ്പോൾ രക്ഷപ്പെടില്ലെങ്കിൽ മരിക്കുമെന്ന് പറയും. കാർഡിയോളജി ഇത് തന്നെ പറയും, മാക്സിമം നോക്കും, ചിലപ്പോൾ മരിക്കും എന്ന് പറയും. ഗൈനക്കിന് പറയാൻ പറ്റുമോ? ഞാൻ കുട്ടിയെ മാക്സിമം നോക്കാം, ചിലപ്പം കുട്ടി മരിക്കും, ഇല്ലെങ്കിൽ തള്ള മരിക്കും, ഇല്ലെങ്കിൽ രണ്ടുപേരും മരിക്കും. ഒന്ന് ആലോചിച്ചേ. ഒരു ഗൈനക്കിന് പറയാൻ പറ്റുമോ? ഒരു ഗൈനക്കിന് പറയാൻ പറ്റുമോ? ഞാൻ മാക്സിമം നോക്കാം, ചിലപ്പോൾ കുട്ടി മരിക്കും, ചിലപ്പോൾ തള്ള മരിക്കുമായിരിക്കും, ഇല്ലെങ്കിൽ രണ്ടുപേരും മരിക്കുമായിരിക്കും, അല്ലേ? ഒരു ന്യൂറോ സർജന് പറയാം, ആക്സിഡന്റ് പറ്റി വരുന്ന ന്യൂറോ സർജൻ പറയും, ഞാൻ മാക്സിമം നോക്കാം, ചിലപ്പോൾ മരിക്കുമായിരിക്കും. ഇത് പറയും. ഗൈനക്കിന് ഇത് ഒരിക്കലും പറയാൻ പറ്റൂല. ഇതാണ് ഗൈനക്കോളജിയുടെ പ്രശ്നം. പഠിച്ച് ഗൈനക്കോളജി ആവും, ഇല്ലെങ്കിൽ സർജറി എടുക്കൂ, അതാകുമ്പോ പേടിക്കണ്ട, എന്ത് വന്നാലും പേടിക്കണ്ട. ഗൈനക്ക് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു റിസ്ക് ഉണ്ട്, ഒരു ചലഞ്ചായിട്ട് എല്ലാവരും എടുക്കും. ഇനി നിങ്ങളുടെ NCERT ഇല്ല. ഓക്കെ, ഞാൻ പറയുന്ന ഒരു പോയിന്റ് NCERT ഉണ്ട്, ബാക്കിയുള്ളതൊന്നും NCERT ഇല്ല. ജസ്റ്റ് നോക്കിയേ, കേട്ടിരിക്കുക. ഓക്കെ, നോക്കിയോണേ, കേട്ടിരുന്നോണം, ശ്രദ്ധിച്ചോ. നോക്ക് 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 നോക്ക്. 9ാം മാസത്തിന്റെ അവസാനം ഈ ബേബി യൂട്രസും കടന്നടുത്ത് എങ്ങോട്ടാ കയറുന്നത്? പോരട്ടെ. സെർവിക്സ് എങ്ങനെയാ കാണുന്നത്? നാരോ കനാലല്ലേ? ഈ നാരോ കനാലിനകത്തൂടെയാണ് കുട്ടി ഇറങ്ങി വരുന്നത്. ഒന്നാലോചിച്ചേ. അപ്പൊ ഇത് എന്ത് ചെയ്യണം? കനാല് വികസിക്കണം. അതാണ് ഡെലിവറി പെയിൻ. പറഞ്ഞു മനസ്സിലായോ? ഈ നാരോ കനാല് ഞാൻ പറഞ്ഞു മനസ്സിലായ? സെർവിക്സ് എന്ന കനാലില്ലേ, ഈ കനാൽ ഇങ്ങനെ വികസിക്കണം. വികസിച്ചാലേ കുട്ടിക്ക് ഇറങ്ങി വരാൻ പറ്റൂ. ഓക്കെ, ഈ കനാൽ ആരാണ് വികസിപ്പിക്കണമെന്ന് അറിയാമോ? ഇതാണ്. പേരെന്താ? റിലാക്സിൻ. ഹോർമോണാണ്. ഓക്കെ, ഈ ഹോർമോണാണ് ആരെ വന്ന് വികസിപ്പിക്കുന്നത്? സെർവിക്സിനകത്തുള്ള കനാലിനെ വികസിപ്പിക്കുന്നത് ആര്? റിലാക്സിൻ. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഇനി അറിയേണ്ടത് ഈ റിലാക്സിൻ ഉണ്ടാക്കുന്നത് ആര്? പറയട്ടോ. പ്ലാസന്റ റിലീസ് ചെയ്യുന്ന ഹോർമോണാണ് റിലാക്സിൻ. ഇത് പ്രഗ്നൻസിയുടെ അവസാനം യൂട്രസിൽ നിന്ന് കുട്ടി പുറത്തോട്ട് വരൂലേ, ആ സമയത്ത് സെർവിക്സിന്റെ കനാല് വൈഡൻ ചെയ്യാൻ സഹായിക്കും. ഓക്കെ, അടുത്തൊരെണ്ണം പറയട്ടോ. റിലീസ് ചെയ്യുന്ന ആളാരാ? പ്ലാസന്റ. ഒന്നുകൂടെ പറയട്ടോ. ഇതേ റിലാക്സിനെ മറ്റൊരാൾ ഉണ്ടാക്കുന്നുണ്ട്. ആരെന്ന് പറയട്ടോ? ഓവറിയിലിരിക്കുന്ന കോർപ്പസ് ലൂട്ടിയം. ഞാൻ പറഞ്ഞില്ലേ, പ്രഗ്നന്റ് ആയ ഒരു ലേഡിയിൽ കോർപ്പസ് ലൂട്ടിയം നശിക്കോ? നേരത്തെ ചോദിച്ചു, പ്രഗ്നന്റ് ആയ ഒരു ലേഡിയിൽ കോർപ്പസ് ലൂട്ടിയം നശിക്കോ? നശിക്കൂല. ഓക്കെ, അതായത് ഈ റിലാക്സിൻ ആരും ഉണ്ടാക്കുന്നുണ്ട്? കോർപ്പസ് ലൂട്ടിയോ ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങളുടെ NCERT ഒരു സെന്റൻസ് ഉണ്ട്, അറ്റ് ദ എൻഡ് ഓഫ് പ്രഗ്നൻസി ഓവറി
റിലീസ് റിലാക്സൻ. അറ്റ് ദ എൻഡ് ഓഫ് പ്രഗ്നൻസി ഓവറി റിലീസ് റിലാക്സിൻ എന്ന് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഓവറിക്കകത്തുള്ള കോർപ്പസ് ലൂട്ടിയമാണ് റിലാക്സിൻ ഉണ്ടാക്കുന്നത്. അതിലുപരി ഒരു പോയിന്റ് കൂടെ അറിഞ്ഞിരിക്കുക, റിലാക്സിൻ ആരുടെ വൈഡനിങ്ങിന് സഹായിക്കും? സെർവിക്സിന്റെ വൈഡനിങ്ങിന് സഹായിക്കും. അതേപോലെ ഇനി ഒരെണ്ണമുണ്ട്, ഇത് ജസ്റ്റ് കേട്ടിരുന്നാ നോക്കിയേ, ഇങ്ങനെ കോൺട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ ആര്? മയോമെട്രി അല്ലേ? അതിനെ റിലാക്സ് ചെയ്യിക്കണ്ടേ? അതിന് ആരാ സഹായിക്കുന്നത്? റിലാക്സിനാണ്. അത് നിങ്ങളുടെ NCERT-ലില്ലേ, വേണ്ട എഴുതണ്ട, അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഒന്ന് നമ്മുടെ സെർവൈക്കൽ കനാലിന്റെ വൈഡനിങ്ങിന് സഹായിക്കും, പിന്നെ മയോമെട്രിയസിന്റെ റിലാക്സേഷന് വേണ്ടിയൊക്കെ സഹായിക്കുന്നത് ആരാ? റിലാക്സിന്. പറഞ്ഞ മനസ്സിലായ? പറഞ്ഞ പിടികിട്ടിയ? റിലാക്സിൻ റിലീസ് ചെയ്യുന്ന ആരാണ്? പ്ലാസന്റ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ അറ്റ് ദ എൻഡ് ഓഫ് പ്രഗ്നൻസി കോർപ്പസ് ലൂട്ടിയം ഓൾസോ റിലീസസ് റിലാക്സിൻ. മനസ്സിലായ? മനസ്സിലായ? റെഡിയാണോ? റെഡിയാണോ? പിടികിട്ടിയോ? പറഞ്ഞ് വ്യക്തമായിട്ട് മനസ്സിലായോ? വ്യക്തമായിട്ട് പിടികിട്ടിയോ? ഇനി അടുത്തത് ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സ് പറയണോ? ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സ് പറയണോ? വേണോ? വേണ്ടല്ലോ. ശരി. അങ്ങനെ ഡെലിവറി കഴിഞ്ഞു. ഡെലിവറിയുടെ പ്രോസസ്സിനെ പറയുന്ന പേരെന്താ? യെസ്, പാർച്ചുറേഷൻ. അങ്ങനെ ഡെലിവറി കഴിഞ്ഞു. അടുത്ത ജോലി എന്താ? ഡെലിവറി കഴിഞ്ഞ അടുത്തെന്താ? കുട്ടിയെ കിട്ടി. ഇനി എന്താ? ഇനി എന്താ? ബ്രസ്റ്റ് ഫീഡിങ് അല്ലേ? അല്ലേ? ഇനി എന്താ? മിൽക്ക് കൊടുക്കണ്ടേ? ഇറ്റ് ഈസ് കോൾഡ് ലാക്ടേഷൻ പീരീഡ്. ലാക്ടേഷൻ പീരീഡ്. ഡെലിവറി കഴിഞ്ഞാൽ ഇനിയുള്ള പീരീഡിനെ പറയുന്ന പേരാണ് ലാക്ടേഷൻ പീരീഡ്. പറയട്ടോ? പറയട്ടോ? കുട്ടിയുടെ 2 വയസ്സ് വരെ അമ്മ കുട്ടി കഴിക്കുന്ന ഫുഡ് ഏതാ? കമ്പൽസറി ഫുഡ് ഏതാ? മിൽക്കാണ്. അല്ലേ? 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 അറിഞ്ഞിരിക്കേണ്ടത്, അമ്മ കൊടുക്കുന്ന മിൽക്കുണ്ടല്ലോ, ഡെലിവറി ശ്രദ്ധിച്ചോണേ, ഡെലിവറി കഴിഞ്ഞിട്ട് അമ്മ കൊടുക്കുന്ന ആദ്യത്തെ മിൽക്ക്, അതിനെ പറയുന്ന പേരാണ് കൊളസ്ട്രം. കൊളസ്ട്രം. അമ്മ കൊടുക്കുന്ന മിൽക്കിന്റെ പേരെന്താ? കൊളസ്ട്രം. ആഫ്റ്റർ ഡെലിവറി, ഡെലിവറിക്ക് ശേഷം കുട്ടിക്ക് കൊടുക്കുന്ന ആദ്യത്തെ ഫുഡ് എന്താ? അമ്മയുടെ മിൽക്കാണ്. ആ അമ്മയുടെ മിൽക്കിനെ പറയുന്ന പേരെന്താ? കൊളസ്ട്രം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അടുത്ത പോയിന്റ് ഞാൻ പറയട്ടോ. ഈ കൊളസ്ട്രത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? നമ്മുടെ കൗ മിൽക്കില്ലേ, കൗ മിൽക്ക്, അതിന്റെ 1000 മടങ്ങ് ന്യൂട്രീഷ്യസ് ആണ്. പറഞ്ഞ മനസ്സിലായോ? ഹൈലി ന്യൂട്രീഷ്യസ് ആണ് അമ്മ നമുക്ക് തരുന്ന മിൽക്ക്. അമ്മ നമുക്ക് തരുന്ന മിൽക്കിന്റെ പ്രത്യേകത എന്താ? ഹൈലി ന്യൂട്രീഷ്യസ് ആണ്. പറഞ്ഞ മനസ്സിലായോ? അമ്മ നമുക്ക് തരുന്ന മിൽക്കിന്റെ പേരാണ് കൊളസ്ട്രം. ഓക്കെ, ആ മിൽക്കിന്റെ പ്രത്യേകത എന്താ? ഹൈ ന്യൂട്രീഷൻ ആണ്. പറഞ്ഞ മനസ്സിലായോ? ഇനി ഞാൻ അടുത്ത് പറയുന്ന പോയിന്റ് ശ്രദ്ധിക്കണം. ജനിച്ച ഉടനെ അമ്മ നമുക്ക് തരുന്ന ഒരു ഗിഫ്റ്റ് ഉണ്ട്. എന്താണെന്ന് അറിയാമോ? ഇമ്മ്യൂണിറ്റി. അമ്മ നമുക്ക് തരുന്ന ഗിഫ്റ്റിന്റെ പേരെന്താ? ഇമ്മ്യൂണിറ്റി, രോഗപ്രതിരോധ ശേഷി. അല്ലേ? അമ്മയുടെ മിൽക്കിൽ കൂടി നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒന്നാമത്തെ ഗിഫ്റ്റ് എന്താണ്? ഇമ്മ്യൂണിറ്റി. പറഞ്ഞ മനസ്സിലായോ? അമ്മ നമുക്ക് തരുന്ന മിൽക്കില് ഏറ്റവും കൂടുതൽ നമുക്ക് ഇമ്മ്യൂണിറ്റി തരുന്ന ഒരു ആന്റിബോഡി ഉണ്ട്. അമ്മയുടെ മിൽക്കില് നമുക്ക് ഇമ്മ്യൂണിറ്റി തരുന്ന ഒരു ആന്റിബോഡി ഉണ്ട്. അതിന്റെ പേര് IgA എന്നാണ്. ഫുൾ നെയിം ഇമ്മ്യൂണോ ഗ്ലോബുലിൻ എ. ഇമ്മ്യൂണോ ഗ്ലോബുലിൻ എ. ഇതെന്ന് പറഞ്ഞാൽ എന്താ? ആന്റിബോഡിയാണ്. എന്താണ്? ആന്റിബോഡി. ഇത് ആലോചിച്ചേ, അമ്മ
നമുക്ക് തരുന്ന ആദ്യത്തെ ഇമ്മ്യൂണിറ്റി ഏതാണ്? IgA ആണ്. പറഞ്ഞ് മനസ്സിലായോ? ഇത് നമ്മുടെ ബോഡിയിലുള്ളതാണ് അല്ല, അമ്മ തരുന്നതാണ്. IgA നമ്മുടെ ബോഡിയിലില്ല. ആര് തരുന്നു? അമ്മ നമുക്ക് തരുന്നതാണ്. പിന്നീട് നമ്മുടെ മിൽക്കൊക്കെ നിർത്തുമല്ലോ. നിർത്തുന്ന സമയത്ത് പിന്നീട് നമ്മുടെ ബോഡി ഇത് സ്വന്തമായിട്ട് ഉണ്ടാക്കും. പക്ഷെ ആദ്യത്തെ ജനിച്ച ഉടനെ ഇതൊന്നും ഇല്ല നമ്മുടെ ബോഡിയിൽ. ജനിച്ച ഉടനെ അമ്മ നമുക്ക് തരുന്ന ഗിഫ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ കൊളസ്ട്രോൾ, മിൽക്കാണ്. ആ മിൽക്കിനകത്ത് 2 ഗിഫ്റ്റ് അമ്മ നമുക്ക് തരുന്നുണ്ട്. ഒന്ന്, ഹൈലി ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഫുഡാണ് ബ്രസ്റ്റ് മിൽക്ക് എന്ന് പറഞ്ഞാൽ. ഓക്കെ. 2, നമുക്ക് ഇമ്മ്യൂണിറ്റി തരും. അമ്മ നമുക്ക് എന്ത് തരും? ഇമ്മ്യൂണിറ്റി തരും. ആ ഇമ്മ്യൂണിറ്റി തരുന്ന ആന്റിബോഡിയുടെ പേരെന്താ? IgA. അപ്പൊ നമുക്ക് ആദ്യമുള്ള ഇമ്മ്യൂണിറ്റി ഏതാ? IgA ആണ്. പറഞ്ഞ മനസ്സിലായോ? ആ ഗിഫ്റ്റ് തരുന്നത് ആരാണ്? അമ്മയാണ്. പിടികിട്ടിയോ? ഇതാണ് ഈ ചാപ്റ്റർ. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ. മനസ്സിലായോ? ഇനി നേരത്തെ പറഞ്ഞൊരു പെൻഡിങ് ഇല്ലേ, അത് ഞാൻ പറയാം. നോട്ട് ചെയ്തോണേ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഈ ചാപ്റ്റർ വ്യക്തമായിട്ട് പിടികിട്ടിയോ? പറഞ്ഞ മനസ്സിലായോ? ഇനി ഞാൻ നേരത്തെ ഒരു വിട്ടുപോയൊരു ടോപ്പിക് ശ്രദ്ധിച്ചോണേ. മെൻസ്ട്രുവൽ സൈക്കിൾ. നേരത്തെ പറഞ്ഞ ഒരു ചെറിയൊരു ടോപ്പിക്കാണ് മെൻസ്ട്രുവൽ സൈക്കിൾ. പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ? മെൻസ്ട്രുവൽ സൈക്കിളിൽ സ്വാധീനിക്കുന്ന 4 ഹോർമോൺസിന്റെ പേര് ഞാൻ പറഞ്ഞു. ഏതൊക്കെ പേര്? പറ. ഏതൊക്കെ മെൻസ്ട്രുവൽ സൈക്കിളിനെ സ്വാധീനിക്കുന്ന 4 ഹോർമോൺസ് ഏതൊക്കെ? പറഞ്ഞോ, പറ. FSH, LH, ഈസ്ട്രോജൻ, പ്രൊജസ്റ്റിറോൺ. പറഞ്ഞേ, ഫങ്ഷൻസ് പറഞ്ഞേ. FSH. പറ. ഫോളിക്കിളിന്റെ മെച്ചുറേഷന് സഹായിക്കും. ഫോളിക്കിളിന്റെ മെച്ചുറേഷന് സഹായിക്കും. FSH അല്ലേ? LH ഓവുലേഷൻ. LH എന്തിനു സഹായിക്കും? ഓവുലേഷൻ. ശ്രദ്ധിച്ചോണേ, ഞാൻ പറയണ പോയിന്റ് ശ്രദ്ധിച്ചോണം. റെഡി? സ്പെസിഫിക് പോയിന്റ് ആണ്, ശ്രദ്ധിക്കുക. FSH, LH എവിടെയാണ് ആക്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ സ്പെസിഫിക് ആയിട്ട് പറയുക, ഓവറി. FSH, LH എവിടെയാണ് ആക്ട് ചെയ്യുന്നത്? ഓവറി. എവിടെ ആക്ട് ചെയ്യുന്നത്? ഓവറി. FSHന്റെ ഫംഗ്ഷൻ എന്താ? ഗ്രാഫിയൻ ഫോളിക്കിളിന്റെ മെച്ചുറേഷൻ. ഓവറിയിലല്ലേ ആക്ട് ചെയ്യുന്നത്, അല്ലേ? LHന്റെ ഫംഗ്ഷൻ എന്താ? ഓവുലേഷൻ. ഓവറിയിലല്ലേ ആക്ട് ചെയ്യുന്നത്? ആണല്ലോ. ശരി, അതവിടെ കഴിഞ്ഞു. അടുത്ത പോയിന്റ് പറയട്ടോ. ഈസ്ട്രോജൻ, പ്രൊജസ്റ്റിറോൺ സ്പെസിഫിക് ആക്ഷൻ ആണ് യൂട്രസിൽ. ഈസ്ട്രോജനും പ്രൊജസ്റ്റിറോൺ എവിടെയാണ് ആക്ട് ചെയ്യുന്നത്? യൂട്രസിലാണ്. പറഞ്ഞു മനസ്സിലായോ? ഇത് 2 പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ്. മെൻസ്ട്രുവൽ സൈക്കിളിൽ ഇൻവോൾവ് ചെയ്യുന്ന ഹോർമോൺസ് ഏതൊക്കെയാണ്? പറഞ്ഞേ. FSH, LH, ഈസ്ട്രോജൻ, പ്രൊജസ്റ്റിറോൺ. ഓക്കെ ആണോ? അടുത്ത് FSH, LH ഡയറക്ട്ലി ആക്ട് ഓൺ ഓവറി.
ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ ഡയറക്ട്ലി ആക്ട് ഓൺ യൂട്രസ്. ഓക്കെ ആണോ? അടുത്ത് ശ്രദ്ധിച്ചോണേ. നോക്കിയോണേ, മെൻസ്ട്രുവൽ സൈക്കിളിന്റെ 14ാമത്തെ ദിവസം. ഓക്കെ, 1, 2, 3 ഇങ്ങനെ പോയി 13, 14 അല്ലേ? മെൻസ്ട്രുവൽ സൈക്കിളിന്റെ 14ാമത്തെ ദിവസത്തിലോട്ട് അടുക്കുമ്പോ 14ാമത്തെ ദിവസത്തിന് മുന്നേ, അതായത് 13-ാം തീയതി, ഓക്കെ അല്ലെ? മെൻസ്ട്രുവൽ സൈക്കിളിന്റെ 13-ാം തീയതിയിലോട്ട് എത്തുമ്പോ LH ഉം FSH ഉം കണ്ടോ സ്റ്റഡി ആയിട്ട് ഇങ്ങനെ വന്നിട്ട് ഒറ്റയടിക്ക് കൂടും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? മെൻസ്ട്രുവൽ സൈക്കിളിന്റെ 13-ാം ദിവസത്തിലോട്ട് എത്തുമ്പോ LH-ന്റെയും FSH-ന്റെയും അളവ് കൂടും. ഓക്കെ, 14-ാം തീയതി അതിന്റെ മാക്സിമത്തിലെത്തും. LH മാക്സിമം, FSH മാക്സിമത്തിലെത്തി 14-ാം ദിവസം കഴിയുമ്പോ കുറയും. ഞാൻ പറഞ്ഞ ശരിയോ തെറ്റോ? ഞാൻ പറഞ്ഞ പോയിന്റിലേക്ക് തിരിച്ചു പറഞ്ഞേ. FSH ഉം LH ഉം ആദ്യം കുറവാണ്, എന്നിട്ട് 13th ഡേ ആവുമ്പോ കൂടി വന്ന് അതിന്റെ പീക്കിലെത്തുന്നത് എപ്പോഴാ? 14th ഡേ. 14th ഡേയില് FSH ഉം LH ഉം പീക്കിലെത്തും, മാക്സിമം വാല്യൂ അല്ലെ? അതിനുശേഷം വാല്യൂ കുറയും. ഓക്കെ. ഇനി അടുത്തൊരു ചോദ്യം ചോദിക്കട്ടോ. ഈ ഫിഗറില് FSH ആണോ LH ആണോ മാക്സിമം പീക്ക്? യെസ്, LH. 14th ഡേയിൽ രണ്ടും പീക്കിലെത്തൂലേ? ആരാ മാക്സിമം? LH. ഇറ്റ് ഈസ് കോൾഡ് LH സർജ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? പറഞ്ഞേ. LH ഉം FSH ഉം ആദ്യം ഒരു സ്റ്റഡി ഫോം ആണ് അല്ലെ? സ്റ്റഡി ആയിട്ട് വന്നിട്ട് 13th ഡേയില് ഇത് കൂടും, ഇൻക്രീസ് ചെയ്യും വാല്യൂ അല്ലെ? 14th ഡേയില് അതിന്റെ പീക്ക് പോയിന്റിലോട്ട് എത്തും LH ഉം FSH ഉം. എന്നാൽ ഏറ്റവും പീക്കിലെത്തുന്നത് ആരാ? FSH-നെ മറികടന്ന് പീക്കിലെത്തുന്നത് ആരാ? LH. ഇറ്റ് ഈസ് കോൾഡ് LH സർജ്. അപ്പൊ ആരാ ഏറ്റവും മാക്സിമത്തിൽ എത്തുന്നേ? LH അതിന്റെ പീക്ക് പോയിന്റിൽ എത്തൂലേ? ഇതല്ലേ ആ പീക്ക് പോയിന്റ്? അപ്പോഴാണ് ഓവുലേഷൻ നടക്കുന്നത്. അപ്പോഴാണ് ആരെ പുറത്ത് ചാടിക്കുന്നത്? ഗ്രാഫിയൻ ഫോളിക്കിളിനകത്ത് നിന്ന് സെക്കൻഡറി ഊസൈറ്റിനെ ചാടിക്കുന്നത് പുറത്തോട്ട്. ഓക്കെ ആണോ? വ്യക്തമായിട്ട് മനസ്സിലായോ? വ്യക്തമായിട്ട് പിടികിട്ടിയോ? ഈ ഗ്രാഫ് ഇമ്പോർട്ടന്റ് ആണ്. ഈ ഗ്രാഫിനെ അനലൈസ് ചെയ്യാൻ പറയും നിങ്ങളടുത്ത്. ഗ്രാഫിനെ അനലൈസ് ചെയ്യാൻ പറയും. താഴെ അനലൈസ് ചെയ്യേണ്ടത് മെൻസ്ട്രുവൽ സൈക്കിളിന്റെ ഗ്രാഫാണിത്. LH-ന്റെയും FSH-ന്റെയും ഗ്രാഫാണിത്. ഓക്കെ, അടുത്ത് മെൻസ്ട്രുവൽ സൈക്കിളിന്റെ ഇനിഷ്യൽ ഡേയ്സിൽ നോക്കിയേ. മെൻസ്ട്രുവൽ സൈക്കിളിന്റെ ഇനിഷ്യൽ ഡേയ്സിൽ LH FSH സ്റ്റഡി ഫോം ആണ് അല്ലെ? 13th ഡേയിലോട്ട് വരുമ്പം ഇത് ഇൻക്രീസ് ചെയ്യും. 14th ഡേയില് FSH പീക്ക് പോയിന്റിലെത്തും, LH പീക്ക് പോയിന്റിലെത്തും. പക്ഷേ ഏറ്റവും പീക്ക് വാല്യൂ ആർക്കാണ്? LH ആണ്. ദാറ്റ് പോയിന്റ് ഈസ് നോൺ ആസ് LH സർജ്. ആ പീക്ക് പോയിന്റിൽ LH എത്തുമ്പോ ഓവുലേഷൻ നടക്കും. പറഞ്ഞ മനസ്സിലായി? ഗ്രാഫിയൻ ഫോളിക്കിളിനകത്ത് ആര് പുറത്തു ചാടും? ഓക്കെ, പറഞ്ഞ മനസ്സിലായോ? ഇനി നിങ്ങളൊന്ന് ആലോചിച്ചേ. 14th ഡേയില് സെക്കൻഡറി യൂസൈറ്റ് പുറത്തു ചാടിയല്ലോ. ബാക്കി വരുന്ന ആൾക്കാര് എന്തായിട്ട് മാറും? കോർപ്പസ് ലൂട്ടി ആയിട്ട് മാറും എന്ന് പറഞ്ഞില്ലേ? കോർപ്പസ് ലൂട്ടി ഉണ്ടാകുന്നത് 14th ശേഷമല്ലേ? അല്ലേ? ഓവുലേഷൻ നടക്കുന്നത് 14ാം ദിവസം. അതിനുശേഷമല്ലേ കോർപ്പസ് ലൂട്ടി ഉണ്ടാവുന്നത്? ആണോ അല്ലേ? നോക്കിയേ, ഇതാണ് പ്രൊജസ്ട്രോണിന്റെ ഗ്രാഫ്. നോക്കിയേ, പ്രൊജസ്ട്രോൺ ഉണ്ടാക്കുന്നത് കോർപ്പസ് ലൂട്ടിയം അല്ലേ? അപ്പോ പ്രൊജസ്ട്രോൺ കൂടുന്നത് എപ്പോഴാ? 14th ശേഷം. അപ്പോ ഇങ്ങനെ ഒരു ഗ്രാഫ് നിങ്ങൾക്ക് എക്സാമിന് തരും. ഇങ്ങനെ ഒരു ഗ്രാഫ് 14th ഇങ്ങനെ തരും. ഐഡന്റിഫൈ ആരാ? പ്രൊജസ്ട്രോൺ. 14th ശേഷമാണ് കോർപ്പസ് ലൂട്ടി ഉണ്ടാവുന്നത് അല്ലേ? കോർപ്പസ് ലൂട്ടി ഉണ്ടായി കഴിഞ്ഞതിന് ശേഷമല്ലേ പ്രൊജസ്ട്രോൺ ഉണ്ടാവുന്നത്. സോ ഈ ഗ്രാഫ് ആരുടെയാണ്? പ്രൊജസ്ട്രോണിന്റെയാണ്. ഇനി ഒരു ഗ്രാഫും കൂടെ ഉള്ളൂ, ഈസ്ട്രജൻ. 2 പീക്ക് ഉണ്ട് കണ്ടോ?
ഈസ്ട്രോജന് 2 പീക്കാണ്. 2 പീക്കുള്ള ഒറ്റ ഗ്രാഫേ ഉള്ളൂ. ഏതാ? ഈസ്ട്രോജൻ. ഒറ്റ പീക്ക്. 14 ശേഷം പീക്കുള്ളത് ആരാ? പ്രൊജസ്ട്രോൺ. 14 അന്ന് പീക്കുള്ളത് ആരാ? LH ഉം F. അതിലെ മോസ്റ്റ് പീക്ക് ആരാ? LH. റീപ്രൊഡക്ഷൻ. ഇതാണ് റീപ്രൊഡക്ഷൻ. ഒരു കാര്യം കൂടെ ഉണ്ട് ഇതിനകത്ത്. വ്യക്തമായിട്ട് മനസ്സിലായോ? വ്യക്തമായിട്ട് പിടികിട്ടിയോ? വ്യക്തമായിട്ട് മനസ്സിലായോ? റെഡിയാണോ? റെഡിയാണോ? റെഡി? പിടികിട്ടിയോ? സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചേ. നോക്കിയോ? നല്ലോണം നോക്ക്. ഈ പാഠത്തിന്റെ സമ്മറി പറഞ്ഞേ. ആദ്യം പഠിച്ചേതാ? സ്പെർമാറ്റോജനസിസ്, ഊജനസിസ്. അല്ലേ? അല്ലേ? സ്പെർമാറ്റോജനസിസ്, ഊജനസിസ്, ഗ്യാമിറ്റോജനസിസ് ആദ്യം പഠിച്ചത് അല്ലേ? അടുത്ത് പഠിച്ചതോ? ഫെർട്ടിലൈസേഷൻ അല്ലേ? അടുത്ത് ഇംപ്ലാന്റേഷൻ, അത് കഴിഞ്ഞ് ഗസ്റ്റേഷൻ, അത് കഴിഞ്ഞ് പാർച്ചുറേഷൻ, അത് കഴിഞ്ഞ് ലാക്ടേഷൻ. ഇതാണ് ഈ ചാപ്റ്റർ. എളുപ്പമല്ലേ? നിങ്ങൾക്ക് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ക്ലാരിറ്റിയോടുകൂടി പഠിക്കേണ്ടത് ഊജനസിസ് ആണ്. ഊജനസിന്റെ ലിങ്ക് ആണ് മെൻസ്ട്രുവൽ സൈക്കിൾ. എനിക്കറിയാം മിക്ക കുട്ടികളും ഊജനസിസും മെൻസ്ട്രുവൽ സൈക്കിളും പ്രോപ്പറായിട്ട് അറിയത്തില്ല. എന്തുകൊണ്ട് പ്രോലിഫറേറ്റീവ് ഫേസ്, എന്തുകൊണ്ട് ഫോളിക്കുലർ ഫേസ് എന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? അത് വ്യക്തമായിട്ട് ചില കുട്ടികൾ പഠിക്കാറില്ല. നിങ്ങൾ അങ്ങനെ ആകരുത്. മനസ്സിലായോ? ഊജനസിസ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതേപോലെയാണ് മെൻസ്ട്രുവൽ സൈക്കിളും. അതിന്റെ A to Z കാര്യങ്ങൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഞാൻ എടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ NCERT വായിക്കണം. NCERT വായിച്ചിട്ട് ഞാൻ പറയാത്ത ഏതെങ്കിലും പാരഗ്രാഫ് കിടപ്പുണ്ടെങ്കിൽ വന്ന് ചോദിക്കുക. നിങ്ങൾ വായിച്ചിട്ട് മനസ്സിലാകാത്ത പാരഗ്രാഫ് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് വന്ന് ചോദിക്കാം. ആ ചാപ്റ്ററിന് പ്രത്യേകിച്ച് നോട്ടൊന്നും വേണ്ട. കാരണം NCERT-യിൽ നല്ല അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട് ആ ചാപ്റ്റർ. ഓക്കെ, അതിന്റെ കംപ്ലീറ്റ് കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിന്റെ കണ്ടിന്യൂഷനാണ് അടുത്ത ചാപ്റ്റർ. റീപ്രൊഡക്ഷന്റെ കണ്ടിന്യൂഷനാണ് അടുത്തൊരു ചാപ്റ്റർ. മനസ്സിലായോ? നമുക്കിനി അടുത്ത് ഉച്ചയ്ക്ക് ശേഷം ആ ചാപ്റ്റർ തുടങ്ങാം. ഈ ചാപ്റ്റർ ഡൗട്ട് ഉണ്ടോ ഏതെങ്കിലും? ധൈര്യമായിട്ട് ചോദിക്കും. ഉണ്ടോ? ഏതെങ്കിലും റിപ്പീറ്റ് ചെയ്യണോ? കാരണം ഇനിയുള്ളത് നിങ്ങൾക്കൊരു ടെസ്റ്റ് പേപ്പറാണ്. ഓക്കെ, ടെസ്റ്റ് പേപ്പർ എന്ന് നടത്തണം. ഞാൻ പിന്നെ പ്രിന്റ് ഞാൻ ഗണേഷ് സാറിനെ കൊടുത്തിട്ടുണ്ട്, നോട്ട്. ഓക്കെ, അത് കളക്ട് ചെയ്യണം. കളക്ട് ചെയ്ത് വായിച്ചു നോക്കുക. നിങ്ങൾക്ക് ഉറപ്പാണ് അത് ഉപകാരപ്പെടും. NCERT-യുടെ പുറകിലുള്ള എക്സസൈസിന്റെ സൊല്യൂഷൻ ഞാൻ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കുറെ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് ധാരാളം. ഓക്കെ, അതുകൊണ്ട് ടെസ്റ്റ് പേപ്പർ ഞാൻ നടത്തും. ഫുൾ മാർക്ക് എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ആദ്യം ഒരു റിട്ടൺ എക്സാം, പിന്നെ അത് കഴിഞ്ഞ് എൻട്രൻസ് മോഡൽ MCQ തരും. ഓക്കെ, വളരെ എളുപ്പമായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ നീറ്റ് എക്സാം വളരെ സിമ്പിൾ ആയിരുന്നു. വേറെ ഒന്നും വേണ്ട, NCERT മാത്രം പഠിച്ചാൽ മതി. നിങ്ങൾ കാർഡ് കയറി അല്ലെങ്കിൽ ഒരു 5000 രൂപയ്ക്കോ 1000 രൂപയ്ക്കോ ഒന്നും വലിയ ടെക്സ്റ്റുകളൊന്നും വാങ്ങിക്കണ്ട. ഞാൻ ഉറപ്പായിട്ട് ഞാൻ പറയാണ്, എന്റെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയാണ്, നിങ്ങൾ 3000, 4000, 5000 രൂപ വരെ മുടക്കി ഇത്ര ഉള്ള വലിയ ടെക്സ്റ്റ് വാങ്ങി വെക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് പിള്ളേര്. ഒരു ഗുണവും ചെയ്യത്തില്ല. മനസ്സിലായോ? അത് 1900 എന്ന് വെച്ചാൽ 2000 തൊട്ട് ഇങ്ങോട്ടുള്ള ടെക്സ്റ്റുകൾ കളക്ട് ചെയ്ത് വാങ്ങി പഠിക്കുന്ന ടീമുകളുണ്ട്. ഒരു കാര്യവുമില്ല. അത് പണ്ട് ഞാനൊക്കെ എഴുതിയ സമയത്ത് നീറ്റ് അല്ല, കീമാണ്. അത് മാറി. ആ ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ എന്നേ പോയി. ഓക്കെ, ഇന്ന് നിങ്ങൾ എഴുതുന്ന എക്സാം നീറ്റാണ്. നീറ്റ് എക്സാമിന് കൃത്യമായി കോട്ട് റൂളുണ്ട്.
ഔട്ട് ഓഫ് NCERT ചോദിക്കാൻ പാടില്ല. പറഞ്ഞു മനസ്സിലായോ? ഔട്ട് ഓഫ് NCERT ചോദിക്കാൻ പാടില്ല. അപ്പൊ നിങ്ങൾ വേറെ ഏതെങ്കിലും കാർഡ് കയറി പോയിട്ട് കാര്യമുണ്ടോ? NCERT മാത്രം പഠിച്ചാൽ. NCERT വായിക്കണം. അത് ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, ബോട്ടണി, സുവോളജി ആയിക്കോട്ടെ, വായിക്കണം. ഒരു 10-15 തവണയെങ്കിലും വായിച്ചിരിക്കണം. ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾ ഒരു ചാപ്റ്റർ ഒരു തവണ മാത്രമാകരുത് വായിക്കുന്നത്. ഏറ്റവും കുറഞ്ഞത് ഒരു 5 തവണയെങ്കിലും വായിച്ചിരിക്കണം. ഓക്കെ, ടെക്സ്റ്റ് വായിക്കണം. വായിച്ചിട്ട് മനസ്സിലാകാതെ പാരഗ്രാഫിനെ മാർക്ക് ചെയ്ത് കൊണ്ടുവന്ന് ചോദിക്കണം. ഇപ്പൊ ചോദിച്ചില്ല, ഡൗട്ട് ചോദിച്ചില്ല, അതേപോലെ ചോദിക്കണം. നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്ന കാര്യം അത് അല്ലെങ്കിൽ വായിച്ചിട്ട് ലിങ്ക് കിട്ടുന്നില്ല, അത് അത്ര ക്ലിയർ ആയിട്ടില്ല എങ്കിൽ ധൈര്യമായിട്ട് ചോദിക്കണം. ചോദിച്ച് അത് ക്ലിയർ ചെയ്തിട്ട് തന്നെ പോണം. ബയോളജിയാണ്, ഞാൻ പറഞ്ഞില്ലേ, ബയോളജിയാണ്. നിങ്ങൾക്ക് എന്നെ പിടിച്ചു നിർത്തി ചോദിക്കണം. എന്നെ പിടിച്ചു നിർത്തി ചോദിക്കുക, ഇത് മനസ്സിലായില്ലെങ്കിൽ അത് പറഞ്ഞു തരും, കൃത്യമായിട്ട് പറഞ്ഞു തരും. നിങ്ങൾ പഠിക്കണം എന്ന ഒരു നിർബന്ധം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിലോട്ട് കടക്കും. റീപ്രൊഡക്ഷന്റെ ബാക്കിയാണ്. റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്, നമ്മൾ അതിലോട്ട് കിടക്കുകയാണ്. ഇത്രയും ലെങ്ത് ഇല്ല, ചെറിയ ചാപ്റ്റർ, പെട്ടെന്ന് തീരും. ഓക്കെ, ശരി, കഴിച്ചിട്ടുണ്ട്.